പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, അവിടുന്ന് ആകുന്ന വചനം ഞങ്ങൾക്ക് അങ്ങ് തന്നെ സമീപസ്ഥമാക്കി അവിടുന്ന് പാലസ്തീനായിൽ ജീവിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും മനുഷ്യാവതാരം ചെയ്ത വചനത്തെ ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. ഇന്ന് അവിടുന്ന് അതേ വചനം ലിഖിതമായ രൂപത്തില് വിശുദ്ധ ഗ്രന്ഥത്തിലും അലിഖിതമായ രൂപത്തിൽ പരിശുദ്ധ സഭയിലും തുടരാൻ അവിടുന്ന് തീരുമാനിച്ചായി. അങ്ങയുടെ തന്നെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിലൂടെ, അങ്ങയുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾ അങ്ങയെയാണ്, അങ്ങയുടെ വചനത്തെയാണ് അറിയുന്നതും വായിക്കുന്നതും. നല്ല ഈശോയെ, ഞങ്ങൾ അറിയുന്ന, ഞങ്ങൾ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ അങ്ങയുടെ വചനമായി ബോധ്യപ്പെടാൻ അവിടുന്ന് ഞങ്ങളെ കൂടുതൽ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിത്യകാലത്തോളം നിലനിൽക്കുന്ന നിത്യരക്ഷയുടെ രഹസ്യങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ പകർന്നു നൽകുന്നുണ്ടല്ലോ. അവയെ പരിശുദ്ധ സഭയിൽ ഗ്രഹിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും അങ്ങ് ചെയ്യണമേ. തുടർന്ന സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന വിശുദ്ധ ഭാഗങ്ങൾ അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ, ആത്മാവിൽ മനസ്സിലാക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നിന്റെ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ ശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ക്ലാസ്സോടുകൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പോയിന്റഡ് ആയിട്ടുള്ള ചില ഭാഗങ്ങളുടെ വ്യാഖ്യാനങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങും. അടുത്ത ക്ലാസ് മുതൽ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് ഒരു ഏതാനും ക്ലാസ്സുകൾ കൊണ്ട് വെളിപാട് പുസ്തകത്തെക്കുറിച്ച് പൊതുവിലൊന്ന് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതിന് മുൻപ് നടക്കുന്ന ഈ ക്ലാസ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഒരു തരത്തിൽ ദുർഗ്രഹ വചനങ്ങളെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. വിശുദ്ധ മുഴുവൻ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് നമുക്കറിയാം. അതില് പലരും എഴുതി ചോദിച്ചിട്ടുള്ളവയും കൂടെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ദുർഗ്രഹമാകുന്ന ചില വശങ്ങൾ, ചില ഭാഗങ്ങളെ വ്യാഖ്യാനിക്കാൻ ഉള്ള ശ്രമമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ 2-3 ഭാഗങ്ങളാണ് പരാമർശ വിഷയമാക്കുന്നത്. ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയാണ്. അതായത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാനിത് പൂർത്തിയാകാത്തതെന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുന്നത്. കാരണം പരിശുദ്ധ സഭയുടെ ഹൃദയം എന്താണ് എന്ന് ചോദിച്ചാൽ അത് പൗരോഹിത്യമാണ് എന്നുകൂടെ പറയണം. എന്ന് വെച്ചാൽ പൗരോഹിത്യ കേന്ദ്രീകൃതമാണ്, അപ്പം അച്ഛന്മാർ മാത്രമേ ഉള്ളൂ, ജനങ്ങളൊന്നും ഇല്ല എന്നുള്ള ചോദ്യങ്ങളുടെ ഉത്തരവൊന്നും അല്ല ഞാൻ പറയുന്നത്. ഈശോ സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് പൗരോഹിത്യ കേന്ദ്രീകൃതമായിട്ട് തന്നെയാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? ഈശോ തന്റെ 12 സ്ലീഹന്മാരെ തിരഞ്ഞെടുത്ത് അവരെ ആദ്യത്തെ മെത്രാന്മാരായി വാഴിച്ച് തന്റെ ശുശ്രൂഷകൾ, തന്റെ നിത്യപൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകൾ യുഗാന്ത്യം വരെ തുടരാനായിട്ട് അവരെ ഫലമേൽപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ബലിയർപ്പിക്കാനുള്ള, പാപം മോചിക്കാനുള്ള, രോഗികളെ സുഖപ്പെടുത്താനുള്ള, പിശാചുക്കളെ ബഹിഷ്കരിക്കാനൊക്കെയുള്ള ദൗത്യങ്ങളെല്ലാം അവരെ ഫലമേൽപ്പിച്ചതും അവരത് തുടർന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അവരോടാണ് കർത്താവ് സകല ജനതകളോട് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ആവശ്യപ്പെട്ട് അയക്കുന്നത്. അവരെയാണ് കർത്താവ് തന്റെ സഭയുടെ അടിസ്ഥാനങ്ങളായി നിയോഗിച്ചത്. അതുകൊണ്ടാണ് ഈ 12 പേരെ കർത്താവ് തന്റെ സഭയുടെ നെടുന്തൂണുകളായി 12 നെടുന്തൂണുകളായിട്ട് കർത്താവ് അവരെ നിയോഗിച്ചത്. അങ്ങനെ നമ്മളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കും നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഇതിൽ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ സഭയെ നയിക്കാനും പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും ഒക്കെ ചുമതലപ്പെട്ടിരിക്കുന്ന അവരുടെ സ്ഥാനം എന്താണ് എന്ന് പറഞ്ഞാൽ സഭയിൽ അവർക്കുള്ള ബഹുമാനത്തെക്കുറിച്ചല്ല, അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ച് മനസ്സിലാകണം. ഈശോയുടെ പൗരോഹിത്യമാണ് പകർന്നു കൊടുത്തത്. അപ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അവൻ എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നമ്മൾ കുർബാന അർപ്പിക്കുന്നത് എന്തിനാണ്? പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണത്. അവൻ എന്നേക്കുമുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞു, പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ബലി അർപ്പിക്കും? ഞങ്ങൾക്ക് ആ ഏക ബലിയിലാണ് വിശ്വാസം. ഈശോ അർപ്പിച്ചിട്ടുള്ള അന്നത്തെ ആ ബലി ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ അച്ഛന്മാർ അർപ്പിക്കുന്ന ബലി. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മൾ ആ ബലി ഒരു പ്രാവശ്യം അർപ്പിച്ചു കഴിഞ്ഞ ബലി പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും അർപ്പിക്കുന്നതിന്റെ ആവശ്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ പ്രത്യേകിച്ച് ഹെബ്രായ ലേഖനത്തിൽ ഈ ഏകബലിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അതിന്റെ ഉത്തരം നമുക്ക് അറിയില്ലെങ്കിൽ, അതിന്റെ ഉത്തരം നമുക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവില്ല. വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനങ്ങൾ ഉണ്ടാവില്ല. വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാനം ഇല്ലാതായാൽ എന്ത് പറ്റും? വിശുദ്ധ കുർബാനയിൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ സഭ ഉണ്ടാവുകയില്ല. കാരണം നമുക്കറിയാമല്ലോ, പരിശുദ്ധ സഭ നിലനിൽക്കുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അഥവാ പരിശുദ്ധ കുർബാനയും സഭയും ഒന്നാണ്.
നമ്മൾ പല ക്ലാസ്സുകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരുസഭ ഉണ്ടാവുകയില്ല, തിരുസഭയുടെ മറ്റൊരു ശുശ്രൂഷയ്ക്കും പ്രാധാന്യം ഉണ്ടാവുകയില്ല. അതില്ലെന്നുണ്ടെങ്കിൽ ദൈവജനം ഉണ്ടാവില്ല, രൂപതകൾ ഉണ്ടാവേണ്ടതില്ല. വളരെ ഫ്രീലാൻസർ ആയിട്ടുള്ള വായിച്ചു കേട്ടിട്ടുള്ള ഒരു ഈശോയിൽ ഓരോരുത്തരും സ്വകാര്യമായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാത്രമാണ് പിന്നെ ബാക്കി നിൽക്കുന്നത്. അപ്പൊ ഈശോ സ്ഥാപിച്ച സഭ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഈശോ സ്ഥാപിച്ചിരിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള അടിസ്ഥാനപരമായ മാർഗം പൗരോഹിത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ ആ വലിയ സത്യത്തെ ഗ്രഹിക്കാൻ നമുക്ക് സഭയെ കുറിച്ച് ആരോടും പറയാൻ കഴിയില്ല, തിരുസഭയെ മനസ്സിലാക്കാനും പറ്റില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര അസ്വസ്ഥത, ചിലപ്പോൾ ചില നമുക്കല്ല ആളുകൾക്ക് തോന്നാം പഴയത്തെ ക്ലറിക്കലിസത്തെ കുറിച്ചാണോ പറഞ്ഞു വരുന്നത് എന്നൊക്കെ. എന്ന് വെച്ചാൽ പൗരോഹിത്യം എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്നതിനെ കുറിച്ച് നല്ല പറഞ്ഞു വരുന്നത്. ഈശോ ഈ തന്റെ സഭയെ, നമ്മളൊരു ശരീരത്തെ സ്ഥാപിക്കുമ്പം അതിന്റെ എല്ലാ ഭാഗങ്ങളും ബലപ്പെട്ടതാണ്, പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഉദാഹരണത്തിന് അതിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ അതിനെ നിലനിർത്തുന്ന അസ്ഥികൂടം പ്രധാനപ്പെട്ടതാണ്, അല്ലെ? എന്ന് വെച്ചാൽ അസ്ഥി മാത്രം മതിയോ എന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അങ്ങനെയാണ് കണ്ണും കാതൊന്നും വേണ്ടല്ലോ, അസ്ഥി മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. പക്ഷെ അതിനെ ക്രമപ്പെടുത്തുന്ന, നിലനിർത്തുന്ന, പരിശീലിപ്പിക്കുന്ന, വളർത്തുന്ന, അതിന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സംവിധാനം. അത് കർത്താവ് സ്ഥാപിച്ചത് വെറുതെ ഒരു സംവിധാനമായിട്ടല്ല, തന്റെ തന്നെ പൗരോഹിത്യത്തെ കൈമാറിക്കൊണ്ടാണ്. അപ്പൊ അത് മനസ്സിലാക്കാത്തിടത്തോളം, അല്ലെങ്കിൽ അതിനെ ആദരിക്കാത്തിടത്തോളം കാലം നമുക്കാർക്കും, വൈദികരായിരിക്കുന്ന ഞങ്ങൾക്കോ അൽമായരായിരിക്കുന്ന ആളുകൾക്കോ ഒന്നും ഒരിക്കലും തിരുസഭയെ ഗ്രഹിക്കാൻ കഴിയില്ല. തിരുസഭയെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഭയുടെ സുവിശേഷത്തെ, വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനമാണിത്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഹെബ്രായ ലേഖനത്തിലെ ഇത്തിരി ദുർഗ്രഹമായ ഈ വാക്കുകളെ നമ്മൾ പരിചയപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെൽക്കിസദേക്കിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഈ മെൽക്കിസദേക്കിന്റെ സ്ഥാനം? മെൽക്കിസദേക്ക് എങ്ങനെയാണ് നിത്യപുരോഹിതനായ ഈശോയുടെ മുന്നോടിയായിരിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞൊരു സംഗ്രഹം ഇതായിരുന്നു: വംശപരമ്പരയിൽ പെട്ടവനല്ലാത്ത ഒരു പുരോഹിതന് സ്ഥാനമുണ്ട് എന്ന് ഉൽപ്പത്തി പ്രഖ്യാപിക്കുന്നതായിരുന്നു അത്. വംശപരമ്പരയിൽ അഹ്റോന്റെ ലേവ്യ പൗരോഹിത്യത്തിന്റെ വംശപരമ്പരയിൽ പെടാത്ത ഒരു പുരോഹിതന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സാധ്യതയില്ല എന്ന് യഹൂദരുടെ ഉത്തരമെങ്കിൽ, ഹെബ്രായ ലേഖൻ പറയുകയാണ് അങ്ങനെയല്ല, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആരംഭം മുതൽ അങ്ങനെ അല്ലാത്ത, വംശമുറയിലുള്ളതല്ലാത്ത മറ്റൊരു പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പവും മീഞ്ഞും ഒക്കെ ഉപയോഗിച്ച് ബലിയർപ്പിക്കുന്ന സമാധാനത്തിന്റെ രാജാവായ ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ശ്ലീഹ മിശിഹായുടെ പൗരോഹിത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് നമ്മൾ അതിന്റെ തുടർന്നുള്ള ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഞാൻ ചില ഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് വായിച്ചതിനെ കുറിച്ച് പറഞ്ഞു പോകാം. ഈ അബ്രാഹത്തിന്റെ സന്തതിയിൽ പെടുന്ന ലെവായ പൗരോഹിത്യത്തെക്കാളും വലുതായിരുന്നു ആണ് ഈശോയുടെ പൗരോഹിത്യം എന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് 7-ാമത്തെ അധ്യായത്തിൽ, ഈ ഞാൻ പൗലോസ് ശ്ലീഹ എന്ന് എടുത്ത് പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ, ഹെബ്രായ ലേഖകനെ പറയേണ്ടതുള്ളൂ. ഹെബ്രായ ലേഖകൻ പറയുകയാണ്, ഈ ലെവായ പൗരോഹിത്യം വഴിയാണല്ലോ നിയമം നൽകപ്പെട്ടത്. അങ്ങനെയാണ് എങ്കിൽ ആ പൗരോഹിത്യം വഴി പൂർണ്ണത പ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അഹ്റോന്റെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ ഉണ്ടാവുക ആവശ്യമായിരുന്നു. എന്ന് വെച്ചാൽ പഴയ നിയമത്തിന്റെ നിയമം അത് സഫീഷ്യന്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ അല്ലാത്ത മറ്റൊരു പൗരോഹിത്യത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒന്ന് പൂർണ്ണമാണെങ്കിൽ പിന്നെ മറ്റൊന്നിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് 12-ാം തിരുവചനം, പൗരോഹിത്യത്തിൽ വ്യത്യാസം വരുമ്പോൾ നിയമത്തിലും മാറ്റം വരും, നിർബന്ധമായും മാറ്റം വരും. പൗരോഹിത്യം വഴിയാണ് നിയമം നൽകപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ പൗരോഹിത്യത്തിൽ മാറ്റം വരുമ്പോൾ നിയമത്തിലും മാറ്റം വരും എന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ പഴയ നിയമ പൗരോഹിത്യവും അത് നൽകിയ നിയമങ്ങളുമല്ല യുഗാന്ത്യം വരെ നിൽക്കേണ്ട പൂർണ്ണതയുടെ നിയമങ്ങൾ. പകരം അതെന്താണ്? അത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന പൂർണ്ണതയുള്ള പൗരോഹിത്യവും അത് നൽകുന്ന നിയമവുമാണ്. അതായത് മിശിഹായും മിശിഹായുടെ പുതിയ നിയമവുമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. പഴയ നിയമമോ പഴയ നിയമത്തിന്റെ ക്രമങ്ങളോ അതിന്റെ പൗരോഹിത്യത്തിന്റെ കാര്യങ്ങളോ അല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഈ അടുത്ത കാലത്ത് കുറച്ച് ശക്തമായി വളരുന്ന കുറെ സെക്റ്റുകൾ ഈ യഹോവ കേന്ദ്രീകൃതമായ സെക്റ്റുകളാണ്. പണ്ട് യഹോവ സാക്ഷികളുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലൊക്കെ നോക്കി ഇത് ഭയങ്കരമായിട്ട് കാണും. യഹോവ കേന്ദ്രീകൃതമായ സെക്റ്റുകളുണ്ട് ധാരാളം. എന്ന് വെച്ചാൽ പുതിയ നിയമവും ഈശോയും ഒന്നും അവർ കാര്യമാക്കില്ല. ഞങ്ങൾ യാവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം, യാഹോവയാകുന്ന ദൈവമാണ്, അവിടുത്തെ നിയമങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നാൽ വിശുദ്ധഗ്രന്ഥം വളരെ കൃത്യമായി പഠിപ്പിക്കും, അവയൊക്കെ യഹോവ ദൈവമല്ല എന്നല്ല അതിന്റെ അർത്ഥം. പകരം ദൈവം തന്നെ പ്രാഥമികമായി വളരെ റിമോട്ടായി അവതരിപ്പിച്ചു തുടങ്ങുന്നതാണ് യഹോവ.
അതായത് പഴയ നിയമത്തിലെ യഹോവ ശരിക്കും ദൈവത്തിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലല്ല, അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള അവരുടെ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രാഥമികമായ, അല്ലെങ്കിൽ എന്താ പറയുന്ന പ്രൈമോഡിയലായ ചെറിയ അളവിലുള്ള ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലാണ് യഹോവയിലുള്ളത്. അതിനെ നമുക്കിന്ന് പുതിയ നിയമത്തിൽ, പുതിയ പൗരോഹിത്യത്തിൽ, പുതിയ നിയമത്തിന്റെ മനുഷ്യാവതാരം ചെയ്ത മിശിഹായാകുന്ന ഈശോ മിശിഹായിലുള്ള മനുഷ്യാവതാരത്തിൽ പൂർത്തിയാകുന്ന ദൈവിക വെളിപ്പെടുത്തലുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് യഹോവയെ മനസ്സിലാക്കേണ്ടത്. മിശിഹായിൽ നിന്നാണ്, മിശിഹ വെളിപ്പെടുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൽ നിന്നാണ് യഹോവയെക്കുറിച്ചുള്ള വെളിപാടുകൾ ഗ്രഹിച്ചു തുടങ്ങേണ്ടത്. കാരണം അവയൊക്കെ നിഴലുകളായിരുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പൊ അതുകൊണ്ട് ഇത്തരം സെക്റ്റുകളുടെ സ്വാധീനം നമ്മുടെ നാട്ടിൽ ഭയങ്കരമാണ്. ആ സെക്റ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു ബോധം നമുക്ക് വേണം. അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ക്രമവും വേണം. അതുകൊണ്ടാണ് ഈ 12-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിയമത്തിലും അവശ്യം മാറ്റം വരും. ഇവയൊക്കെ ആരെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നോ അവൻ മറ്റൊരു വംശത്തിൽപ്പെട്ടവനാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈശോ, നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദയയുടെ വംശത്തിലാണ്. യൂദയ വംശത്തിൽപ്പെട്ട ആരും ഇതുവരെയും ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടുമില്ല, ഹെബ്രായ ലേഖകൻ പറയാണ്. എന്നിട്ട് എന്നും പോരാഞ്ഞിട്ട് ഈ പൗരോഹിത്യത്തെക്കുറിച്ച് മോശയൊന്നും പറഞ്ഞിട്ടുമില്ല. എന്ന് വെച്ചാൽ ഈ ഹവറോന്റെ ക്രമത്തിലുള്ള പൗരോഹിത്യം സംഭവിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തും വരാനിരിക്കുന്ന മറ്റൊരു തരം പൗരോഹിത്യത്തെക്കുറിച്ച് മോശ തന്നെയും ഒന്നും പറയുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കെ മെൽക്കിസദേക്കിന്റെ സാദൃശ്യത്തിൽ മറ്റൊരു പുരോഹിതൻ പ്രത്യക്ഷനാകുന്നതിൽ നിന്ന് ഇത് കൂടുതൽ വ്യക്തമാകുന്നു. ഇവനോ ശാരീരിക ജനനക്രമം അനുസരിച്ചല്ല, പ്രത്യുത അക്ഷയമായ ജീവന്റെ ശക്തി നിമിത്തമാണ് പുരോഹിതനായത്. ഇത് ശാരീരിക ക്രമം അനുസരിച്ചല്ല. എന്ന് വെച്ചാൽ അപ്പൻ പുരോഹിതനായിരുന്നു എന്ന കാരണത്താലല്ല, പകരം അക്ഷയമായ ശക്തി നിമിത്തമാണ് ഇവൻ പുരോഹിതനായിരിക്കും. അതായത് പഴയ നിയമ പൗരോഹിത്യം അത് പിതൃത്വപരമായിരുന്നു, വംശപരമായിരുന്നു എങ്കിൽ യഥാർത്ഥ പൗരോഹിത്യം അത് വംശപരമല്ല, ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് എന്നതാണ് അതിന്റെ കാര്യം. ദൈവത്തിൽ നിന്ന് നേരിട്ട് വരുന്നതാണ്, ദൈവിക ശക്തിയാലുള്ള പൗരോഹിത്യമാണ് പുതിയ നിയമത്തിന്റെ പൗരോഹിത്യം. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, പഴയ നിയമകാലത്തെ പൗരോഹിത്യം വംശപരമായ പൗരോഹിത്യമാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ പൗരോഹിത്യം മിശിഹായിയുടെ പൗരോഹിത്യമാണ്, മിശിഹായിൽ തുടരുന്ന പൗരോഹിത്യമാണ്. ഇത് രണ്ടും ഒരുപോലെയല്ല. പലപ്പോഴും നമ്മൾ പഴയ നിയമ പൗരോഹിത്യത്തിന്റെ തുടർച്ച പുതിയ നിയമ പൗരോഹിത്യത്തിൽ ഉണ്ട് എന്ന് പറയാറുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുകയുമില്ല. കാരണം പഴയ നിയമ പൗരോഹിത്യം തുടരുന്നതല്ല പുതിയ നിയമത്തിൽ. പകരം എന്താ സംഭവിക്കുന്നത്? പഴയ നിയമ പൗരോഹിത്യം നിഴലായി നിലനിൽക്കുന്നു. അതിനെ വെറുതെ ബ്രേക്ക് ചെയ്ത് കളയാതെ തന്നെ മിശിഹ ആ പൗരോഹിത്യത്തിന്റെ ഇതിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് പുതിയ പൗരോഹിത്യം തുടരുന്നു. അതായത് അതുവരെ മോശയുടെ നിയമത്തിൽ അധിഷ്ഠിതമായ പൗരോഹിത്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ അപ്പോൾ മുതൽ മിശിഹായിൽ അധിഷ്ഠിതമായ മിശിഹായുടെ പൗരോഹിത്യമാണ് തുടരുന്നത്. വളരെ മാറി നിന്ന് നോക്കിയാൽ, ഇങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കിയാൽ ഒരു ബ്രേക്ക് ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ പഴയ നിയമത്തിന്റെ തുടർച്ച എന്നുള്ള അർത്ഥത്തിൽ, അതായത് പഴയ നിയമ പൗരോഹിത്യമൊക്കെ എന്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് ചിന്തിച്ചാൽ, അതായത് ജനത്തെ ശുദ്ധീകരിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിന്റെ ആ ശുദ്ധീകരണം തന്നെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അർത്ഥത്തിൽ തുടർച്ച പോലെ തോന്നിയാലും ഇതൊരിക്കലും പഴയ നിയമം പുതിയ നിയമ കാലഘട്ടത്തിൽ ഇച്ചിരി മെച്ചപ്പെട്ടിട്ട് തുടരുന്നതല്ല. പകരം പുതിയ നിയമത്തിന്റെ പൗരോഹിത്യവും ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന തിരുസഭയുടെ പൗരോഹിത്യവും അത് മിശിഹായിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. പഴയ നിയമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, മിശിഹായിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ അതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇരിക്കെ പൗലോസ് ഹെബ്രായ ലേഖകൻ പഠിപ്പിക്കുകയാണ്, മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു, എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല. 23-ാം തിരുവചനത്തിൽ അവരൊക്കെ മരിച്ചുപോയി. പുരോഹിതനാണ്, പക്ഷെ അവര് മരിച്ചുപോയി. അപ്പൊ എന്തുണ്ടാവും? എന്നാൽ ഈശോയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആകാൻ പോകുന്ന ഒരു വാചകമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഈശോ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈശോ തന്റെ പൗരോഹിത്യം തന്റെ സ്ലീഹന്മാർക്ക് കൈമാറി എന്നൊക്കെ പറയുന്നത്? അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യുന്നില്ല എന്ന് ഹെബ്രായ ലേഖനം 7-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. ഈശോയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു, അതുകൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. എന്താണ് ഇതിന്റെ പുറകെ കിടക്കുന്ന കാര്യം? ഇത് നമുക്ക് വീണ്ടും പല സ്ഥലത്ത് വായിക്കാം. എന്നാൽ ഞാൻ ഇപ്പൊ തൊട്ട് അത് പറഞ്ഞു തുടങ്ങാം.
പഴയ നിയമ പൗരോഹിത്യം അത് കൈമാറ്റം ചെയ്യുന്ന പൗരോഹിത്യമാണ്. പക്ഷെ എങ്ങനെ? വംശപരമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പൗരോഹിത്യമാണ്. എന്ന് വെച്ചാൽ ഒരാളുടെ പുത്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വേറെ ആർക്കും അതിന് അവകാശമില്ല. അപ്പനാണെങ്കിൽ അതിൽ നിന്ന് പുത്രനും അത് സ്വീകരിക്കും. അങ്ങനെ വംശപരമായ, ബയോളജിക്കലായിട്ടുള്ള, ജൈവപരമായ ഒരു പൗരോഹിത്യമാണ് പഴയ നിയമത്തിന്റെ പൗരോഹിത്യം. എന്നാൽ അതുകൊണ്ട് ഇത് ഒരാൾക്ക് ആ പൗരോഹിത്യം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണമായിരുന്നു? നിർബന്ധമായും അപ്പൻ പുരോഹിതനായിരിക്കേണ്ടിയിരുന്നു. ആ സാഹചര്യത്തിൽ മാത്രമാണ് മക്കൾ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. എന്നാൽ ഇവിടെ ഹെബ്രായ ലേഖൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ അപ്പനുണ്ടായിരുന്ന പൗരോഹിത്യമാണ് മകന് നൽകപ്പെടുന്നത് എങ്കിൽ ഇവിടെ നിത്യപുരോഹിതനായ ഈശോയാണ്. അവനിൽ പൗരോഹിത്യം പൂർണ്ണമാണ്. അവൻ്റെതാണ് പൗരോഹിത്യം. ഇനി അവൻ നിത്യകാലം നിലനിൽക്കുന്നു. ഇവിടെ പഴയ നിയമത്തിലെ പ്രശ്നം എന്തായിരുന്നു? അപ്പൻ മരിച്ചു പോകുന്നു. അപ്പൻ എന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ പുതിയൊരു പൗരോഹിതൻ വരേണ്ട ആവശ്യമില്ല. അപ്പൻ തന്നെ നിലനിന്നാൽ മതി. ഇവിടെ അപ്പൻ മരിച്ചു പോകും. അപ്പം മരിച്ചു പോകുമ്പോൾ എന്ത് പറ്റും? അടുത്ത തലമുറയ്ക്ക് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മക്കൾ ആരെങ്കിലും അത് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അവൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. ഈശോയ്ക്ക് ഒരിക്കലും മരണമില്ല. അവിടുന്ന് യുഗാന്ത്യം വരെ മാത്രമല്ല, യുഗാന്ത്യ ശേഷവും നിലനിൽക്കുന്നവനാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ എറ്റേണിറ്റി. അങ്ങനെ നിത്യതയുള്ള ഈശോയ്ക്ക് വംശപരമായ ഒരു കൈമാറ്റം നടത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധിച്ചു കേൾക്കണം. നിത്യതയിൽ നിലനിൽക്കുന്നു എന്ന കാരണത്താൽ ഈശോയ്ക്ക് പഴയ നിയമ പുരോഹിതരെ പോലെ വംശപരമായ ഒരു കൈമാറ്റം നടത്തേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈശോ തന്റെ മക്കളിലേക്ക് കൈമാറുന്ന, ഈശോ എന്ന ദൈവിക മനുഷ്യൻ, ഭൗമിക മനുഷ്യൻ ജന്മം കൊടുക്കുന്ന മക്കളിലേക്ക് കൈമാറേണ്ട ഒരു പൗരോഹിത്യം അല്ല ഈ സ്ഥാപിച്ചത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും മനസ്സിലായോ? അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ അപ്പൻ മരിച്ചു പോകുന്നത് കൊണ്ട് അപ്പൻ അത് കൊച്ചിന് കൊടുത്ത് ഈ ഭൂമിയിൽ തുടരേണ്ടിയിരുന്നു എന്നതുപോലത്തെ മരിച്ചു പോകുമ്പോൾ കൈമാറി രക്ഷപ്പെടേണ്ട ഒരു വംശപരമായ പൗരോഹിത്യം ഈശോയ്ക്ക് കൈമാറേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ടെക്സ്റ്റ് പഴയ നിയമത്തിന്റെ വംശപരമായ പൗരോഹിത്യത്തിന്റെ ക്രമത്തെയും ശുശ്രൂഷയും തുടർ സാധ്യതയുമാണ് നിഷേധിക്കുന്നത്. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ ഈശോ എന്നേക്കും നിലനിൽക്കുന്നതുകൊണ്ട് ആ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ വേറെ ആരും കൂടെ ചെയ്യേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ഇനി ഈശോ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ച് നമുക്കിനി പറയാം. ആദ്യം നമുക്കിതിങ്ങനെ കേട്ടുപോകാം. 26-ാം തിരുവചനം ഞാൻ ചില ടെക്സ്റ്റുകൾ മാത്രം എടുത്ത് വായിക്കാം നമുക്കൊരു പരിചയത്തിന് വേണ്ടി. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു. അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തരം ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. അതായത് ഈ പുരോഹിതന്റെ പ്രത്യേകത എന്താണ്? പഴയ പുരോഹിതന്മാരുടെ പ്രത്യേകത എന്താണ്? അവര് ഭൂമിയിലെ വലിയ പ്രധാന പുരോഹിതന്മാരാണ്. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താ? അവര് മനുഷ്യരായതുകൊണ്ട് അവർ ഓരോ ബലിയർപ്പണത്തിന് മുമ്പ് ആദ്യം തനിക്ക് വേണ്ടി ബലിയർപ്പിക്കും, എന്നിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നത്. കാരണം അവൻ തന്നെയും പൂർണ്ണ മനുഷ്യനാണ്. എന്നാൽ ഈ പ്രധാന പുരോഹിതൻ, സ്വർഗത്തിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ അത് ഇവരെ പോലെ തന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. അവൻ ചെയ്യുന്നത് എന്താണ്? ജനത്തിന്റെ പാപങ്ങൾ തന്നിൽ വഹിച്ചുകൊണ്ട് ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് തുടർന്ന് നമ്മൾ വീണ്ടും വായിക്കും, അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കും. ഇതാണ് അടുത്ത കോംപ്ലിക്കേറ്റഡ് വാചകം. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു. ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഫോർ എവർ, ഒരിക്കലായി എന്ന് പറഞ്ഞാൽ പലതവണ ആവർത്തിക്കേണ്ടതില്ലാത്ത വിധത്തിൽ യുനീക്കായി ഒരൊറ്റ തവണ ബലിയർപ്പിച്ചിരിക്കുന്നു എന്ന് വായിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? അവൻ ജനത്തിനു വേണ്ടി അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല. കാരണം പഴയ നിയമ മനുഷ്യർ, അവർ മനുഷ്യരായതുകൊണ്ട് അവർ മാനുഷികമായ വിധത്തിലുള്ള മാനുഷിക ബലികളാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മനുഷ്യന്റെ പാപം ഇവൻ ഇന്ന് ബലിയർപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ വീണ്ടും പാപം ചെയ്യും. അപ്പൊ അവൻ അവന് വേണ്ടി ബലിയർപ്പിക്കും, എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കും. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഈശോ എന്താണ് ചെയ്യുന്നത്? അതിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഹെബ്രായ ലേഖനം എപ്പോഴും പഴയ നിയമ പൗരോഹിത്യവും ഈശോയുടെ പൗരോഹിത്യവും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ ശ്രേഷ്ഠതയുമാണ് വിവരിക്കുന്നത്. നമുക്ക് മനസ്സിലായല്ലോ. അവൻ തന്നെ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രമുള്ള ബലി അർപ്പിച്ചിരിക്കും. കാരണം എന്താണ്? പഴയ നിയമ പുരോഹിതന്മാരൊക്കെ അർപ്പിക്കുന്നത് തന്നെ അർപ്പിക്കുകയല്ല, അവരൊരു ആട്ടുംകുഞ്ഞിനെ ബലിയർപ്പിക്കുകയാണ്. അത് പ്രതീകാത്മകമാണ്. ഈ ആട്ടുംകുഞ്ഞ് ശരിക്കും
ഒരാടിനെ പിടിച്ച് ബലിയർപ്പിക്കേണ്ടി വരുന്നതിന്റെ കാര്യം എന്താണ്? അവർക്ക് അവരുടെ പാപങ്ങൾക്കോ മറ്റൊരു പാപങ്ങൾക്കോ വേണ്ടി പുരോഹിതന് സ്വയം ബലിയർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇനി ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ ഈ പുരോഹിതൻ, മിശിഹായാകുന്ന നിത്യപുരോഹിതൻ, അവൻ ബലിവസ്തുവും ബലിയർപ്പകനുമാകുന്ന അവൻ അർപ്പിക്കുന്ന എന്തിനെയാണ്? തന്നെ തന്നെയാണ് ബലിയായി അർപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ അവൻ എന്നേക്കുമായി തന്നെ ബലിയർപ്പിക്കുന്നു. നമുക്കറിയാലോ, ഇപ്പം ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ തന്നെ തന്നെ ബലിയർപ്പിച്ച പിന്നെ അവൻ നാളെ ഇല്ല. അവൻ എന്താ ചെയ്യുന്നത്? ഒരാടിനെയാണ് റെഗുലർലി ഡെയിലി ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഹെബ്രായ ലേഖകൻ പറയുകയാണ്, ഇവൻ എന്നേക്കുമായി തന്നെ ബലിയർപ്പിച്ചിരിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ, ഉന്നതമായ, എന്നേക്കുമുള്ള ബലി അവൻ അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് തുടരുകയാണ്, വാസ്തവത്തിൽ നിയമം ബലഹീനരായ മനുഷ്യരെയാണ് പ്രധാന പുരോഹിതന്മാരെ നിയോഗിക്കുന്നത്. എന്നാൽ നിയമത്തിന് ശേഷം വന്ന ശപഥത്തിന്റെ വചനമാകട്ടെ എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ നിയോഗിക്കുന്നു. എന്നേക്കും പരിപൂർണനാക്കപ്പെട്ട പുത്രനെ പിതാവായ ദൈവം ബലിയർപ്പിച്ചുകൊണ്ട്, കാരണം അവൻ പൂർണ്ണനാണ്, പൂർണ്ണതയുടെ ബലി അർപ്പിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. പൂർണ്ണതയുടെ ബലി അർപ്പിച്ചാൽ പിന്നെ അപൂർണമായ ബലികൾ വീണ്ടും വീണ്ടും അർപ്പിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണതയുടെ ബലിയാണ് മിശിഹായിൽ അർപ്പിക്കുന്നത്. പഴയ നിയമം അർപ്പിക്കുന്നതൊക്കെ അപൂർണതയുടെ ബലിയാണ്. അപൂർണമായ ബലികൾ അർപ്പിക്കുന്നതുകൊണ്ട് അത് വീണ്ടും വീണ്ടും അർപ്പിക്കേണ്ടി വരും. അതൊരിക്കലും പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല. എന്നാൽ പൂർണ്ണതയുള്ള ബലി മിശിഹ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൂടുതലാക്കാനോ അതിൽ നിന്ന് ഇച്ചിരൂടെ വളരാനോ അതിന്റെ ബാക്കി അർപ്പിക്കാനോ അത് ആവർത്തിക്കാനോ ഉള്ള സാധ്യതയൊന്നുമില്ലല്ലോ. കാരണം പൂർണ്ണമാണത്. ഇനി തുടർന്ന് 8-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുകയാണ്. 5-ാം തിരുവചനത്തിൽ സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം. പഴയ നിയമ പുരോഹിതന്മാർ എന്താ ചെയ്യുന്നത്? സ്വർഗീയ രഹസ്യങ്ങളുടെ സാദൃശ്യത്തെയും നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. ഉദാഹരണത്തിന് മിശിഹായാകുന്ന എറ്റേണൽ ലാമ്പ്, ആ ലാമ്പിന്റെ നിഴലാണ് അവർ ഓരോ ദിവസവും ബലിയർപ്പിക്കുന്ന ആട്ടിൻകുട്ടി. അപ്പൊ അതൊരു നിഴൽ മാത്രമാണ്. അപ്പൊ അങ്ങനത്തെ നിഴലുകളെയാണ്, അതിന്റെ സാദൃശ്യത്തെയാണ് അവർ ആരാധിക്കുന്നത് അഥവാ ബലിയർപ്പിക്കുന്നത്. ഇനി മോശ കൂടാരം തീർക്കാൻ ഒരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു, പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചുകൊള്ളുക. മോശയോട് പറഞ്ഞ കാര്യം എന്താണ്? പർവ്വതത്തിൽ എന്താ സംഭവിച്ചത്? ദൈവം തന്നെ വെളിപ്പെടുത്തി, ഒരു ദൈവിക ദർശനം ഉണ്ടായി. അപ്പൊ ആ ദർശനം സ്വർഗത്തിൻ്റെതായിരുന്നു. അതിന്റെ മാതൃക അനുസരിച്ച് ചെയ്യൂ എന്നാണ് മോശയോട് പറഞ്ഞത്. മോശ ആ മാതൃക അനുസരിച്ചാണ് ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇപ്പോഴാകട്ടെ മിശിഹ കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്ന പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ശുശ്രൂഷ സ്ഥാനവും അവൻ ലഭിച്ചിരിക്കുന്നു. ആദ്യത്തെ ഉടമ്പടി കുറ്റമറ്റതായിരുന്നെങ്കിൽ രണ്ടാമതൊന്നിന് അവസരമുണ്ടാകുമായിരുന്നില്ല. ആദ്യത്തേത് കുറ്റമറ്റതായിരുന്നെങ്കിൽ പിന്നെ ഈശോ വരേണ്ടിയിരുന്നില്ല. അത് കുറ്റമറ്റതായിരുന്നില്ല, കുറവുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മിശിഹായുടെ ബലി ആവശ്യമായി വന്നത് എന്നാണ് ഹെബ്രായ ലേഖകൻ പഠിപ്പിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും. 11-ാം തിരുവചനം, കൂടുതൽ മഹനീയവും മിശിഹ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നാണ് ഈ പറഞ്ഞത്. സൃഷ്ടവസ്തുക്കളിൽ പെടാത്ത കൂടാരത്തിലൂടെ മഹനീയവും പൂർണ്ണവും മനുഷ്യനിർമ്മിതമല്ലാത്തതുമായ കൂടാരം. എന്താണ് ആ കൂടാരം? തന്റെ തന്നെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. എന്താണ് സത്യത്തിൽ? അതായത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രധാന പുരോഹിതൻ പ്രവേശിക്കും. അവിടെ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? അത് മനുഷ്യനിർമ്മിതമായ ഒരു കൂടാരത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. എന്നാൽ മിശിഹ എന്ത് ചെയ്തു? മിശിഹ തന്റെ ശരീരമാകുന്ന കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. ഏതാണ് ഈ ശ്രീകോവിൽ? സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്. അവൻ ഉദ്ധാനം ചെയ്തു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്വർഗരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് അവൻ പ്രവേശിച്ചു. എന്നിട്ടോ 9-ാമത്തെ തിരുവചനത്തിന്റെ അവസാനം, 9-ാം അധ്യായം അവസാനം, അവൻ വീണ്ടും വരും, പാപപരിഹാരത്തിനാൽ മാത്രമല്ല തന്നെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവർ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പറയും. ഇനി 10-ാം തിരുവചനത്തിനകത്ത് ഈ ഏകബലിയെ കുറിച്ച് വീണ്ടും പറയുകയാണ്. 12-ാം തിരുവചനം, എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ഇങ്ങനെ പൗരോഹിത്യത്തിന്റെ, മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്തെക്കുറിച്ച് ഹെബ്രായ ലേഖനം പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അതിന്റെ ഉദ്ദേശം ഇതാണ്: മിശിഹായുടെ ബലിക്ക് സമാനമായ ഒരു ബലിയും
ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മിശിഹായുടെ ബലിക്ക് സമാനമായ ഒരു ബലിയർപ്പണവും ഇതുവരെ നടന്നിട്ടില്ല. അതായത് യഹൂദർ അർപ്പിച്ചിരുന്ന ബലികളൊന്നും മിശിഹായുടെ ബലിക്ക് സമാനമാവുകയില്ല എന്ന് പഴയ നിയമ ജനം തിരിച്ചറിയണമെന്നാണ് ഈ പറഞ്ഞതിന്റെ ആദ്യത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? ഇനി വരാനിരിക്കുന്ന ഒരു പ്രവാചകനോ ഒരു പുരോഹിതനോ ഒരു മതസ്ഥാപകനോ മിശിഹായുടെ ബലിയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള മറ്റൊരു ബലിയുമായി വരുമെന്ന് വിശ്വസിക്കാനോ ഇടയില്ല എന്നാണ് രണ്ടാമത്തെ കാര്യം. എന്ന് വെച്ചാൽ ഈശോയ്ക്ക് മുൻപും ഒരു ബലി, സമാനമായ ബലിയില്ല. ഈശോയ്ക്ക് ശേഷവും മിശിഹായിൽ അർപ്പിക്കപ്പെടുന്നത് പോലത്തെ ഒരു ബലി സാധ്യമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണ്? ചുരുക്കം ഇതാണ്: ലോക ചരിത്രത്തെ ആകമാനമെടുത്താൽ സാക്രിഫൈസ് ഓഫ് ക്രൈസ്റ്റ് വാസ് എ യുണീക്ക് സാക്രിഫൈസ്. അതാണ് ഇതിന്റെ കാര്യം. യുണീക്നെസ് ഓഫ് മെസ്സിയ, അതാണ് അതിന്റെ കേന്ദ്രം, അതാണ് അതിന്റെ ഫോക്കസ്. എന്നേക്കും നിലനിൽക്കുന്ന, ഒരിക്കൽ മാത്രം സംഭവിച്ച മെസ്സിയാനിക് സംഭവം, അതിനെക്കുറിച്ചാണ് ഹെബ്രായ ലേഖകൻ സംസാരിക്കുന്നതല്ല. അല്ലാതെ അത് ഒരിക്കലും ഈശോ അർപ്പിച്ച ബലി അച്ഛന്മാര് വീണ്ടും അർപ്പിക്കുന്നത് എങ്ങനെ ശരിയാകും എന്ന ചോദ്യത്തിന് ഉത്തരവല്ലാതെ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ചോദ്യത്തിന് ആര് ഉത്തരം പറയും? അതായത് ഈ അച്ഛന്മാരൊക്കെ അർപ്പിക്കുന്ന ബലിയുടെ ഉത്തരം ആര് പറയും? ആ ഉത്തരവും ഇതേ ലേഖനങ്ങൾക്കകത്ത് തന്നെ ധാരാളം സ്ഥലത്ത് കാണാം. സുവിശേഷത്തെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ലേഖനം തന്നെ പറയുന്നത് ഒരു ലേഖനത്തിലെ ചോദ്യമായതുകൊണ്ടാണ്. കൊരിന്തോസ് ലേഖനം നമുക്കെല്ലാം സുപരിചിതമായ ഭാഗമാണ് ഇപ്പൊ വായിക്കാൻ പോകുന്നത്. 11:23. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. നോക്കുക, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, തന്മൂലം അത്ര മതി. നോക്കുക, നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഈശോ ഒരിക്കൽ മാത്രം ബലിയർപ്പിച്ചെങ്കിൽ ഈ അച്ഛന്മാരൊക്കെ എന്തിനാണ് വീണ്ടും ബലിയർപ്പിക്കുന്നത് എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അച്ഛന്മാരെന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം തന്നെ എന്ത് പറയുന്നു, ലേഖനത്തിനകത്തൊരു ചോദ്യത്തിന്റെ ഉത്തരം ലേഖനത്തിൽ തന്നെ എന്ത് പറയുന്നു എന്നാണ് നമ്മളിപ്പോ കണ്ടത്. അവിടെ ഈ കൊരിന്തോസ് ലേഖനം എഴുതുന്ന പൗലോസ്ലീഹ അവരോട് പറയുകയാണ്, ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് കിട്ടിയ കൽപ്പന ഇതാണ്. നമുക്ക് ഒന്നാമത്തെ കാര്യം, കർത്താവിനെയാണ് ഞങ്ങൾ പിൻചെല്ലുന്നത്, കർത്താവിന്റെ കൽപ്പനയാണ് ഞങ്ങൾ മാനിക്കുന്നതെന്ന് പറയുന്നവർ കേൾക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക്, പൗലോസ്ലീഹ പറയുകയാണ്, ഇത് എഴുതുന്ന ഞങ്ങൾക്ക്, വിശുദ്ധ രേഖപ്പെടുത്തിയ ആൾ പറയുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പന എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ കർത്താവ് എന്ന കൽപ്പനയാണ്, ഞങ്ങൾ കണ്ടുപിടിച്ചതല്ല, കർത്താവിന് കിട്ടിയ കൽപ്പന ഇതാണ്: അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പം എടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം. എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ കുർബാന സ്ഥാപനം എന്താണ് സത്യത്തിൽ? നാളെ അടുത്ത ദിവസം വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന തന്റെ കുരിശിലെ ബലിയുടെ അർപ്പണമാണ് ഇത്. അതുകൊണ്ടാണ് തന്റെ ശരീരത്തെ പങ്കുവയ്ക്കുന്ന, തന്റെ പെസഹ കുഞ്ഞാടാകാൻ താൻ അർപ്പിക്കുന്ന പെസഹ അർപ്പണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും ഒരു കാര്യമാണ് നമുക്കറിയാം. പെസഹായിലെ ഇതും കാൽവരിയിലെ ബലിയും ഒരേ ബലി തന്നെയാണ്. അത് മുറിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്. കുരിശിൽ തന്നെ മരണത്തിന് വിധേയമായിക്കൊണ്ട് ഈശോ പറയുകയാണ്, ഇത് നിങ്ങൾക്കായുള്ള എന്റെ ശരീരമാണ്. എന്നിട്ടോ അതിന് ഓരോന്നും പറഞ്ഞിട്ട് ഇതിനകത്തൊരു കാര്യം ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്താണ്? എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. ഈ കൽപ്പനയാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വീണ്ടും പാനപാത്രം എടുത്ത് രക്തം ചിന്തിയ മിശിഹ താൻ ചിന്തുന്ന നിത്യരക്ഷയുടെ രക്തത്തെ അവർക്ക് പാനം ചെയ്യാൻ നൽകിക്കൊണ്ട് തന്റെ കുരിശിലുള്ള രക്തത്താലുള്ള ഉടമ്പടിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഇനി ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം, എന്നേക്കുമായിട്ട് ഒരിക്കലുമല്ല, ഇനി പാനം ചെയ്യുമ്പോഴെല്ലാം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എന്നിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് 3-ാം തവണ, നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ
പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, പുതിയ ബലികൾ അച്ഛന്മാർ അർപ്പിക്കുകയല്ല, ഈശോ അർപ്പിച്ച ബലിയുടെ, ഈശോയുടെ കുരിശുമരണത്തിന്റെ, സംസ്കാരത്തിന്റെ, ഉത്ഥാനത്തിന്റെ യാഥാർത്ഥ്യം യുഗാന്ത്യം വരെ പ്രഖ്യാപിക്കുകയാണ് ഓരോ വൈദികനും അർപ്പിക്കുന്ന ബലിയിൽ. നമ്മൾ ഒരുമിച്ച് കൂടി ചെയ്യുന്ന സത്യത്തിൽ ഈ പ്രഖ്യാപനമാണ്. അപ്പൊ അതിനെ അവഗണിക്കുന്നവർ ചെയ്യുന്നത് എന്താ? അതിനെ യുഗാന്ത്യം വരെ വീണ്ടും അവതരിപ്പിക്കാനുള്ള, പ്രഖ്യാപിക്കാനുള്ള ഈശോയുടെ കൽപ്പനയെ തന്നെയാണ് തള്ളിക്കളയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തോരം ഗൗരവമുള്ള കാര്യം എന്നാലും ചോദിക്കുക. ഈശോയുടെ പരസ്യജീവിതം കൾമിനേറ്റ് ചെയ്യുന്നത് അവിടുത്തെ അന്ത്യത്താഴത്തിലാണ് നമുക്കറിയാം. അവിടുന്ന് അതിൽ സ്ഥാപിച്ചിട്ട് ആവശ്യപ്പെട്ടത് എന്താ? യുഗാന്ത്യം വരെ ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് ആരോടാ പറഞ്ഞത്? 12 സ്ലീഹന്മാരോടാണ് പറഞ്ഞത്. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം അവർക്കാണ് പൗരോഹിത്യം നൽകിയത്. അതുകൊണ്ട് അവർക്ക് മാത്രമേ അത് അർപ്പിക്കാൻ കഴിയുകയുമുള്ളൂ. അതുകൊണ്ടാണ് അപ്പസ്തോലിക പാരമ്പര്യമില്ലാത്ത പ്രൊട്ടസ്റ്റന്റുകാർ സത്യത്തിൽ അത് അർപ്പിക്കാറുമില്ല. അവർക്കത് പരിശുദ്ധാത്മാവ് തന്നെ അവർ സമ്മതിക്കുന്നില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും കാണിച്ചിട്ടൊക്കെ അങ്ങനെ ചെയ്തുകൂടെ? കാരണം അത് പൗരോഹിത്യം വഴി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഒരു നിത്യപുരോഹിതൻ അർപ്പിച്ച ബലിയാണ്. അപ്പൊ അത് യുഗാന്ത്യം വരെ പ്രഖ്യാപിക്കണമെങ്കിൽ എന്ത് വേണം? ആ പൗരോഹിത്യത്തിന്റെ സ്ഥാനത്ത് നിന്നല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ആ പൗരോഹിത്യത്തിന്റെ പാത്രം ആ ബലിയർപ്പിക്കാൻ ആവശ്യമുണ്ട്. പൗരോഹിത്യത്തിന്റെ ആ രൂപം അതർപ്പിക്കാൻ ആവശ്യമുണ്ട്, അത് പ്രഖ്യാപിക്കാൻ. അതുകൊണ്ട് കർത്താവ് ആ പൗരോഹിത്യത്തെ കൈമാറി ആ പൗരോഹിത്യം യുഗാന്ത്യം വരെ മിശിഹായുടെ ബലിയെ ലോകത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അത് യുഗാന്ത്യം വരെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. ഈശോയുടെ ഓർമ്മ നൽകിക്കൊണ്ടിരിക്കും. മിശിഹായുടെ ഓർമ്മയാണ് വിശുദ്ധ ബലി. അതുകൊണ്ട് ആ ഓർമ്മയാണ് നൽകുന്നത്. അത് മറ്റൊരു സാധാരണ ഓർമ്മ പോലെയല്ല, ഞാൻ പണ്ട് നടന്നൊരു സംഭവം ഓർക്കുന്ന പോലെയല്ല. റിയലൈസിങ് മെമ്മറിയാണ്. അതിനെയാണ് അനംനേസിസ് എന്ന് വിളിക്കുന്നത്. ഈ വാക്ക് ഓർത്തിരിക്കണം, അനംനേസിസ്. അതാണ് വിശുദ്ധ കുർബാനയുടെ ഓർമ്മ. അത് മെമ്മറി അല്ല, സിമ്പിൾ മെമ്മറി അല്ല. ദാറ്റ് ഇസ് അനംനേസിസ്. അത് സാക്രമെന്റൽ മെമ്മറിയാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അത് അനുസ്മരിക്കുന്നതോടൊപ്പം അത് യാഥാർത്ഥ്യമായിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ഒരാഴ്ച മുമ്പ് ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച്, അല്ലെ കഴിഞ്ഞ ഒരു ഈസ്റ്ററിന് ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛന്മാരെ കൂടി ഇരുന്ന് ഈസ്റ്ററിന്റെ ഭക്ഷണം കഴിച്ചതിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓർക്കുമെന്ന് ചോദിച്ചു. ഓർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതോർത്തു, അത്രയല്ലേ ഉള്ളൂ. അതിനാണ് മെമ്മറി എന്ന് പറയുന്നത്. അതിന്റെ ബ്രെയിനകത്ത് ഒരു പിക്ചേഴ്സ് ഉണ്ടാവുക. എന്നാൽ ഇത് അനംനേസിസ് ആണ്. അത് അനുസ്മരിക്കുമ്പോൾ തന്നെ അത് യാഥാർത്ഥ്യം കൂടി ആയിരിക്കും. ഇതിനാണ് അനംനേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സാക്രമെന്റ് ആണെന്ന് പറയുന്നത്. അത് ഭൗമിക മാത്രമല്ല, സ്വർഗീയം കൂടി ആയതുകൊണ്ട് അത് ഒരേ സമയം സ്വർഗത്തിൽ എപ്പോഴും നിലനിൽക്കുന്നതായതുകൊണ്ട് ഈ ഓർമ്മയിൽ തന്നെ അത് യാഥാർത്ഥ്യം കൂടിയാവും. അങ്ങനത്തെ യാഥാർത്ഥ്യത്തെ യുഗാന്ത്യം വരെ പ്രഖ്യാപിക്കാനുള്ള ദൗത്യമാണ് മിശിഹ നൽകിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നേക്കുമായി ഒരിക്കലാണ് ഈശോ ബലിയർപ്പിച്ചെന്ന് ഈശോയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇനി സ്ലീഹന്മാർക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് ചെയ്തതുമല്ല. ഒരു കാലത്ത് അച്ഛന്മാരെല്ലാം കൂടി ആളുകളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു ബലിയർപ്പണവുമല്ല. പകരം ഈശോ ഒരിക്കൽ മാത്രം അർപ്പിക്കുന്ന ബലി തന്റെ മരണത്തിന് മുൻപേ തന്നെ, തലേ ദിവസം നാളെ ഞാൻ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് തന്റെ ആ മരണത്തെ സ്ലീഹന്മാർക്ക് ഭരമേൽപ്പിച്ചതാണ്. തന്റെ കുരിശുമരണത്തെ ഭരമേൽപ്പിച്ചാണ്. എന്നിട്ടോ അത് യുഗാന്ത്യം വരെ പ്രഖ്യാപിക്കാനുള്ള, ഓർമ്മയാചരിക്കാനുള്ള കൽപ്പനയും കൂടെ നൽകി. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെ തന്നെയേ അത് പ്രഖ്യാപിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വാഭാവികമായും നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ട് എപ്പോഴും നമ്മൾ പഠിക്കുന്നത് പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമാണ് മിശിഹായുടെ ഓർമ്മ. പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമാണ് മിശിഹായുടെ ഓർമ്മ. ആ പൗരോഹിത്യം അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ യുഗാന്ത്യം വരെ അവിടുത്തെ ഓർമ്മ വീണ്ടും അവതരിപ്പിക്കുന്നില്ല എങ്കിൽ മിശിഹായുടെ ഓർമ്മ ഭൂമിയിൽ ഉണ്ടാവുക സാധ്യമല്ല. വെറുതെ ഒരു ഹിസ്റ്റോറിക്കൽ മെമ്മറി ഉണ്ടാവുള്ളൂ, റിയലൈസിങ് മെമ്മറി ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒരു ഹിസ്റ്റോറിക്കൽ മെമ്മറി, പണ്ടുകാലത്ത് ഒരു ബുദ്ധൻ ജീവിച്ചിരുന്നുവെന്നോ നമ്മുടെ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെന്നോ ഒക്കെ പറയുന്നത് പോലത്തെ ഒരു മെമ്മറി, അതൊരു ഓർമ്മയാണ്, ഹിസ്റ്റോറിക്കൽ മെമ്മറിയാണ്. ബട്ട് ദിസ് എ റിയലൈസിങ് മെമ്മറി. ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന ജീവിക്കുന്ന ദൈവത്തെ ആണ് നമ്മൾ കണ്ടുമുട്ടുന്നത് ഓരോ വിശുദ്ധ ബലിയിലും. അപ്പൊ അതുകൊണ്ട് ആ ബലിയാണ് കർത്താവ് സ്ഥാപിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ ബലി സ്വീകരിക്കുന്നതിൽ നിന്നും ആ ബലിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ഈശോയുടെ യുണീക്ക്നെസ് നമ്മളെ തടസ്സപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, നമ്മളെ അതിലേക്ക് നയിക്കുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിന്റെ കഷണങ്ങൾ മുറിച്ചെടുത്തിട്ട് അത് അവൻ എന്നേക്കുമുള്ള ബലി അർപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ അവന്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി അച്ഛന്മാർക്ക് സ്ഥാനമില്ല, പൗരോഹിത്യം ഇല്ല എന്ന് പറഞ്ഞത് ശുദ്ധ വിഡിത്തമാണ്. കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ എന്നതുപോലെ അവൻ മരിച്ചു പോകുന്നതുകൊണ്ട് അടുത്തയാൾക്ക് കൊടുത്തിട്ട് തുടരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈശോ തന്നെ എന്ന് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നവന്റെ സ്മരണ ഈ ഭൂമിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവർ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തം നില കണ്ടുപിടിച്ചതുമല്ല. കർത്താവിന് ലഭിച്ച കൽപ്പന ഇതാണ് എന്നാണ് നമ്മൾ വിശുദ്ധത്തിൽ പഠിക്കുന്നത്.
അതുകൊണ്ട് അത് അവിടുത്തെ കൽപ്പനയാണ്, അവിടുന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആർക്കും തോന്നിയത് കൊണ്ട് ചെയ്യുന്നതല്ല. അച്ഛന്മാരെ കൂടി ചേർന്നോ അല്ലെ കൗൺസിൽ കൂടിയിട്ടോ പോലും എന്നാ പിന്നെ നമുക്കിതൊന്ന് ചെയ്ത ആൾക്കാരെ ഒന്ന് ഒരുമിച്ച് എത്താൻ നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതല്ല. ഇത് കർത്താവിന്റെ എറ്റേണൽ കമാൻഡ്മെന്റ് ആണ്. ഇതാണ് പുതിയ നിയമത്തിന്റെ കൽപ്പന. പഴയ നിയമത്തിന്റെ കൽപ്പനകൾ അത് അവസാനിക്കുന്നു. പുതിയ നിയമത്തിന്റെ കൽപ്പന, പഴയ നിയമത്തിന്റെ കൽപ്പന എന്താണ്? മിശിഹായുടെ വരവ് വരെ ഈ പൗരോഹിത്യം തുടരാനുള്ള കൽപ്പനയാണ് മോശ സത്യത്തിൽ കൊടുത്തത്. എന്നാൽ ഇവിടുന്നോ യുഗാന്ത്യം വരെ തുടരാനുള്ള പുതിയ പൗരോഹിത്യത്തിന്റെ കൽപ്പന. അതാണ് പൗരോഹിത്യം സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നാലല്ലാതെ മിശിഹായെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷകളെ മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്ക് കത്തോലിക്ക വിശ്വാസവുമായി ബന്ധപ്പെട്ട കൂദാശകളുമായി ബന്ധപ്പെട്ട ഒന്നിനെയും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർക്കണം. പലപ്പോഴും പൗരോഹിത്യത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ കുറവുകളോ ഒക്കെ കാണുമ്പം നമ്മൾ അസ്വസ്ഥപ്പെടുകയൊക്കെ ചെയ്യുന്നത് ന്യായമാണ്. പക്ഷെ അതിന്റെ പേരിൽ പൗരോഹിത്യത്തെ ഇല്ലായ്മ ചെയ്യാനോ അടിച്ചു താഴ്ത്താനോ ഒക്കെ ശ്രമിച്ചാൽ നഷ്ടപ്പെടാനിരിക്കുന്ന മിശിഹായെ ആയിരിക്കും എന്നുള്ളതാണ് എന്റെ കുഴപ്പം. മിശിഹായെ നമുക്ക് ലഭ്യമാകാതിരിക്കും എന്നുള്ളതാണ് എന്റെ കുഴപ്പം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത്. ഒരു കുറെ അങ്ങ് പ്രാർത്ഥിച്ച് അവരെ ശക്തിപ്പെടുത്തുക അങ്ങനെയല്ല. അത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ നമുക്ക് വേണ്ടിയാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഇന്ന് നീണ്ടുപോകും. ഇനി അടുത്തത് ഭയങ്കര ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്, പിതാവിനെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഈശോയുടെ മറുപടി. ഇതൊരു രസകരമായ മറ്റൊരു ചോദ്യമാണ്. നമുക്ക് ആ ഭാഗം എടുക്കാം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 9-ാം അധ്യായം ലൂക്ക 9:57. ഇത് ഭയങ്കര ഒരു കൗതുകകരമായ ഒരു സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. 57 കിട്ടിയെങ്കിൽ വായിച്ചു. അവൻ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ഒരാൾ പറയുകയാണ്, നീ എവിടെ പോയാലും ശരി ഞാൻ നിന്നെ അനുഗമിക്കും. ഇനി അപ്പോ ഈശോ പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രൻ തലചായ്ക്കാൻ ഇടമില്ല. എന്നിട്ട് അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ എന്ത് പറഞ്ഞു? കർത്താവേ, ഞാൻ ആദ്യം പോയി എന്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറയാണ്, അയ്യോ എന്റെ അപ്പനെ ഒന്ന് അടക്കിയിട്ട് വന്നോട്ടെ, നേരത്തെ കാര്യമേ ഉള്ളൂ, അപ്പനെ ഒന്ന് അടക്കിയിട്ട് വരട്ടെ. പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു വർത്താനം ഈശോ പറയാണ്. സ്വന്തം അപ്പനെ അടക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഈശോ പറയാണ്, അതൊക്കെ മരിച്ചവര് പോയിട്ട് ആദ്യം മരിച്ചവരെ പോയി സംസ്കരിക്കട്ടെ, എന്നിട്ടോ നീ പോയിട്ട് ദൈവരാജ്യം പ്രസംഗിക്കുക. വേറൊരു കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എന്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം. അന്നേരം ഈശോ പറഞ്ഞ മറുപടി എന്താണ്? കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. എന്താണ് ഇതിനകത്തുള്ളത്? ഒരു മരിച്ചവരെ പോലും അടക്കാൻ സമ്മതിക്കാത്ത ഭീകരനായ ഈശോയെ കുറിച്ചാണോ ഈ പറയുന്നത്? നോക്കുക, ഇത് ഈ ശിക്ഷിത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദൈവത്തിന്റെ മിശിഹായുടെ കോൾ, പുതിയ നിയമത്തിലെ വിളി. പഴയ നിയമത്തിൽ ധാരാളം വിളികൾ നമ്മൾ കാണും. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ വിളിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സാമൂഹലിനെ വിളിക്കുന്നത്, പ്രവാചകന്മാരെ വിളിക്കുന്നത് ഒക്കെ നമ്മൾ ധാരാളം വായിക്കും. അപ്പൊ ദൈവവിളികളുടെ ഒരു പഴയ നിയമ പശ്ചാത്തലം ഉണ്ട്, നിറച്ചുണ്ട്. ദൈവം ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നതും നിയോഗിക്കുന്നതും ഒക്കെ നമ്മൾ കാണും. ഈ മോശയെ വിളിക്കുന്നു, മോശ പറഞ്ഞു എനിക്ക് വിക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങി ജെറമിയായെ വിളിക്കുന്നതൊക്കെ വലിയ ദൈവവിളിയുടെ വിശദീകരണങ്ങളാണ് പഴയ നിയമത്തിനകത്തൊക്കെയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിനകത്തെ വിളിയുടെ സവിശേഷതയും പ്രത്യേകതയും അതിന്റെ ദൗത്യവും ശക്തമായി പറയുന്ന ഭാഗമാണ് ഇത്. 3 തരത്തിൽ വിളികളുടെ മേഖലകളുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. വിളികളുടെ മേഖലകളൊന്നും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 3 കാറ്റഗറി ഉണ്ട് എന്ന് പറയാണ്. 3 കാറ്റഗറി: വിളിയും അതിന്റെ റെസ്പോൺസും, കോൾ ആൻഡ് റെസ്പോൺസ്. ഇതാണ് ഇവിടുത്തെ വിഷയം. ആദ്യത്തെ എന്താണ്? സ്വന്തം നിലയ്ക്ക് ഓഫർ ചെയ്യുന്ന ആളുകൾ. സ്വന്തം നിലയ്ക്ക് ഓഫർ ചെയ്യുന്ന ആള്, കർത്താവെ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ഓഫർ ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല പരിപാടിയല്ലേ? നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആരെയായിരിക്കും? അങ്ങനെയുള്ളവരെയായിരിക്കും. ഒരുത്തിനെ ഉറ്റുപിടിച്ച് ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ചു. ഇപ്പൊ പ്രവാസബദ്ധം എങ്ങനെയൊക്കെ കാര്യമായിട്ട് നടത്തിക്കൊണ്ട് പോയിട്ട് ഇവരെ കൂടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഒരാളെ എന്ത് പറയാ, ഞങ്ങളുണ്ട്, ഞാൻ റെഡിയാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവരെന്ത് പറയും? ആണോ, നല്ല കാര്യം, താങ്ക് യു, ഇങ്ങനെ ആൾക്കാരെ കർത്താവാ തരുന്നത്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൂടുതൽ കൂട്ടുകയും ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? പക്ഷെ കർത്താവ് എന്നാ പറഞ്ഞെന്നറിയാവോ? ഇത് നിനക്ക് പറ്റിയ പണിയല്ലെന്നാണ് പറയുന്നത്. എന്ത് പറച്ചില്ലാന്ന് നോക്കണേ. കർത്താവ് എന്നോട് പറയാണ്, നീ എവിടെ പോയാലും ഞാൻ അനുഗമിക്കൂ എന്ന് പറയുന്നവനോട് കർത്താവ് എന്ത് പറഞ്ഞാൽ മതി? ആണല്ലോ, കം എന്ന് പറയാവുന്നതാണ്. പക്ഷെ കർത്താവ് അവനോട് പറയാണ്, അതെ,
കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷി കൂടുകളും ഒക്കെ ഉണ്ട്, മനുഷ്യപുത്രന് തലയായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ അവനെ നിരുത്സാഹപ്പെടുത്തും. നീ നിന്റെ പണിക്കൂ, അതായത് നീ എന്ത് കണ്ടിട്ടാണ് വരുന്നത്, നീ എന്റെ കുറെ പറയേണ്ട കാര്യമില്ല എന്ന മട്ടിലാണ് ഈശോ പറയുന്നത്. ഇതൊരിക്കലും മാത്രമല്ല കേട്ടോ. ഒരു പിശാചുബാധിതൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പം അനുഗമിക്കാനായിട്ട് അവൻ ആഗ്രഹം പ്രകടിപ്പിക്കും. കർത്താവ് പറയാണ്, നീ നിന്റെ വീട്ടുകാരെ എടുത്തിട്ട് നോക്കും, അവിടെ പോയി ഇതൊക്കെ സംസാരിച്ചു എന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് വെച്ചാൽ സ്വയമേവ ഓഫർ ചെയ്തു വരുന്നവനോട് കർത്താവ് ചിലപ്പം വേണ്ടാന്ന് പറയും എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. പൗരോഹിത്യത്തിലേക്ക് ഉള്ള പരിശീലനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഓർക്കണം. ചില ആൾക്കാർ വിചാരിക്കും, നമ്മൾ ചിലപ്പോൾ ഒക്കേഷൻ പ്രൊമോഷൻ ഒക്കെ നടത്തുമ്പോഴേ നീ ഒന്ന് സെമിനാരി പൊക്കോടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രൊമോട്ട് ചെയ്തില്ലേ, അപ്പോൾ ആ കൂടുതൽ അവനോട് പറഞ്ഞു നീ പോകണമെന്ന് വെച്ച് നീ അച്ഛനാവില്ല കേട്ടോ എന്ന് കൃത്യമായിട്ട് പറയണം. അത് ദൈവം അങ്ങോട്ട് വിളിച്ചല്ലാതെ നമ്മൾ ഉന്തി വിട്ടേ ആരും അച്ഛനാകത്തൊന്നുമില്ല. നമ്മൾ ഉന്തി വിടുന്ന കർത്താവ് ആഗ്രഹിക്കുന്നുമില്ല. പകരം എന്താ വേണ്ടത്, അവൻ വിളിയുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ അവനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ പ്രവൃത്തി കർത്താവിന്റെ ആണെന്നുള്ളതാണ് എളിമയോടുകൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു വൈദികനായിരിക്കുന്നെങ്കിൽ ഞാൻ മിടുക്കനായതുകൊണ്ട് എന്നാ പിന്നെ കർത്താവിനെ അനുഗമിച്ചേക്കാം എന്ന് ഞാനങ്ങ് തീരുമാനിച്ചു എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. വിളിച്ചത് കൊണ്ട് ഞാൻ പോകുന്നു. അതിന്റെ സെക്കൻഡ് പാർട്ടിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാനത് സമ്മതിച്ചു, ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്നാ രണ്ടാമത്തവന്റെ കാര്യം എന്താ, അത് അവനോട് പറയാണ് കർത്താവ്. ഇവനോട്ട് താല്പര്യമിട്ടില്ല താനും, എന്നാൽ മറ്റവന് താല്പര്യമുണ്ട്. അവൻ താല്പര്യത്തോടു കൂടെ വന്നിട്ടാണ് എന്നെയും കൂടെ ഞാനും വരുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഒരുത്തൻ അവനോട്ട് താല്പര്യമില്ല, അവനോട് കർത്താവ് പറയാണ് എന്നെ അനുഗമിക്കുക, കം ഫോളോ മീ എന്ന് പറയും. അപ്പൊ അവൻ പറയുന്ന ഒഴുകഴിവ് എന്താണ്, ഞാൻ പോയിട്ട് എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. എന്താണത്? നിങ്ങൾക്ക് അത് കേട്ട് എന്തു തോന്നി? പിതാവിനെ സംസ്കരിച്ചിട്ട് വരിക എന്ന് പറഞ്ഞ ഒരു മിനിമം മര്യാദയല്ലേ അല്ലേ? ഇത് കേൾക്കുന്ന നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഈ അപ്പനെ മരിച്ചു കിടക്കുവാണ്, ഒന്ന് അടക്കാനായിട്ട് പോയി വരുന്നതിനെ കുറിച്ചാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അതായത് ഒരു നല്ല യഹൂദനെ സംബന്ധിച്ച് അവന്റെ ജീവിതം നിലനിൽക്കുന്നത് 10 കൽപ്പനകളിലാണ്, 10 കമാൻഡ്മെന്റ്സ്. ഈ കൽപ്പനകളെ തെറ്റുകൂടാതെ അനുസരിക്കലാണ് അവന്റെ ജീവിത കേന്ദ്രം. അതിനുവേണ്ടിയാണ് അവൻ ജീവിക്കുന്നത്. ഇനി 10 കൽപ്പനകൾക്കകത്ത് ഒരു കൽപ്പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? അത് പ്രതിഫല വാഗ്ദാനത്തോടു കൂടിയ കൽപ്പനയാണ്. മറ്റു കൽപ്പന പോലെയല്ല, ഇതിന് പ്രതിഫല വാഗ്ദാനമുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം അതിന് പ്രതിഫലമുണ്ട്. അതേതാണ് ആ കൽപ്പന? ഏതാണ് ആ കൽപ്പന? മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പനയാണ്. നമ്മൾ വിശുദ്ധത്തിൽ വായിക്കും, നല്ല പ്രായത്തോളം ഭൂമിയിൽ ഇരിപ്പാൻ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് നമ്മൾ വായിക്കും. അപ്പം ബാക്കി കൽപ്പനകൾ പോലെയല്ല ഇത്. യഹൂദനെ സംബന്ധിച്ച് ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 10 ജോലി പിള്ളേരോട് പറഞ്ഞിട്ട് അതിൽ 4ാമത്തെ ജോലിയാണ് നിനക്ക് ഞാന് 1000 രൂപ തന്നു നിന്നെ പിക്നിക്കും വിടൂടാ എന്ന് പറയുകയാണെങ്കിൽ ഇവൻ ഏത് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ഇഷ്ടം? ആ 4ാമത്തെ ജോലി ചെയ്യാനായിരിക്കും അവന് താല്പര്യം അല്ലെ? സ്വാഭാവികം. അതുകൊണ്ട് പ്രതിഫലം കൂടെ വാഗ്ദാനം നേരിട്ട് ചെയ്തേക്കുന്ന ആ കൽപ്പന അവന് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അവനെ സംബന്ധിച്ച് ദൈവത്തിന്റെ കണ്ണിലെ ഏറ്റവും വലിയ നല്ല ഉദ്ദേശിച്ച് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയാണ്. അത് ചെയ്തു വേണം അവൻ സ്വർഗത്തിൽ പോകാൻ, നിത്യകാലം ഭൂമിയിൽ ജീവിക്കാനും സ്വർഗത്തിൽ അവൻ ആ കൽപ്പന നിർവഹിച്ചിട്ടുമാണ്. അപ്പൊ ഇവന്റെ കടമയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളത്. കൽപ്പനയാണ്, അതിൽ അവന്റെ കടമയാണ്. ഈ കടമ എന്നുവരെയുണ്ട്? യഹൂദ പാരമ്പര്യം അനുസരിച്ച് പിതാവിന്റെ മൃതസംസ്കാര ശുശ്രൂഷയും കൂടെ പൂർത്തിയാക്കുന്നവരെ അവന് പിതാവിനോട് കടമയുണ്ട്. എന്ന് വെച്ചാൽ മാതാപിതാക്കളുടെ അടക്ക് കഴിയുന്നവരെ അവനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല, അവരെ നോക്കാൻ കടമയുണ്ട്. അപ്പം ഇവൻ പറഞ്ഞ എന്താണ്? പഴയ നിയമം എന്നെ കടപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്, അതിന് നീ നിഷേധിക്കുകയാണോ? പഴയ നിയമം എന്നെ കടപ്പെടുത്തിയിട്ടുണ്ട്, അഥവാ ഇതുവരെ ഞാൻ പഠിച്ചിട്ടുള്ള അതേ ദൈവത്തിന്റെ കൽപ്പന എന്നോട് ആവശ്യപ്പെടുന്നത് എന്താ? ഏറ്റവും പ്രധാനമായിട്ട് മാതാപിതാക്കളുടെ കടമ നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാനത് നിർവഹിച്ച് ഒരു ദിവസം അപ്പനമ്മ മരിക്കും, പിതാവ് മരിക്കുന്നു, പിതാവിനെ അടക്കുന്നതോടെ എനിക്ക് പിന്നെ ഒരു കടമയില്ല, ഞാൻ സ്വതന്ത്രനാണ്. അങ്ങനത്തെ സ്വതന്ത്ര അവസ്ഥയിൽ ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാണ് അവൻ പറയുന്നത്. അല്ലാണ്ട് അപ്പൻ അവിടെ മരിച്ചു കിടക്കുന്ന അവൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. പകരം എന്റെ ഭൂമിയിലെ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം എന്നാണ് അവൻ പറയുന്നത്. കർത്താവ് അന്നേരം പറയാണ്, ഭൂമിയിലെ കർത്തവ്യങ്ങൾ നിറവേറ്റേണ്ടവർ അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കോളും. അതുകൊണ്ടാണ് മരിച്ചവരെ ഭൂമിയുടേതായവർ ഭൂമിയുടെ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, ഭൗമിക തങ്ങളുടെ ഭൗമിക കാര്യം അന്വേഷിക്കട്ടെ, എന്നാൽ നിത്യജീവന്റെ ആളുകൾ നിത്യജീവൻ അന്വേഷിക്കട്ടെ. ഇതാണ് വ്യത്യാസം. മരിച്ചവർ എന്ന് പറഞ്ഞേക്കാൾ മരിക്കുന്നവർ എന്ന് മാറ്റി വായിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അല്ലെ? മരിച്ചവരെ അടക്കട്ടെ എന്ന് പറയുന്നതിനേക്കാളും മരിക്കുന്നവർ, അതായത് ഈ ഭൂമിയുടേതായിരിക്കുന്നവർ തങ്ങളുടെ ഭൗമിക കാര്യങ്ങൾ നോക്കിക്കോട്ടെ,
നീയാണെങ്കിലോ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടുന്നു. നീ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതവിടെ ഇട്ടിട്ട് നിത്യജീവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിത്യരക്ഷയുടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി നീ പോരുക എന്നാണ് കർത്താവിനോട് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വാളിറ്റി ക്യാരക്ടർ എന്താണ്? റെസ്പോൺസിന്റെ ക്യാരക്ടർ എന്താണ്? റെസ്പോൺസ് ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, ഞാൻ അനുഗമിക്കാം, എഗ്രി, എതിർപ്പൊന്നുമില്ല, പക്ഷേ വീട്ടുകാരോട് പോയിട്ട് വിട വാങ്ങാൻ അനുവദിക്കണം. ഇത്രേ ഉള്ളൂ. അവരുടെയൊക്കെ ഒന്നൊരു സമ്മതം മേടിക്കാൻ അനുവദിക്കണം. ഈശോ പറയുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട്. എന്റെ കാരണം പറയാം. എന്താണ് ഇവൻ ചോദിക്കുന്നത്? ഞാനൊന്ന് വീട്ടുകാരോട് വിട പറഞ്ഞിട്ട്, കാരണം അവിടെയാണ് ഞാൻ ജനിച്ചത്, അവരുടെ കാര്യമാണ് ഞാൻ ആദ്യം നോക്കേണ്ടത്. അതുകൊണ്ട് അവരോടൊരു യാത്രയൊക്കെ പറഞ്ഞിട്ട് വരാം. പക്ഷെ ഈശോ പറയുകയാണ്, നിന്നെ വിളിക്കുന്നവൻ നിന്റെ വീടിനെയും കുടുംബത്തെയും കൂടെ സൃഷ്ടിച്ചവനാണ്. അവനോടില്ലാത്ത കടപ്പാടൊന്നും നിനക്ക് നിന്റെ വീടിനോട് വേണ്ട. അതാണ് ഈ പറഞ്ഞു തന്ന കാര്യം. ദൈവത്തോടുള്ള ഇല്ലാത്ത കടപ്പാടൊന്നും നിനക്ക് മനുഷ്യരോട് ആവശ്യമില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വൈദികനും സന്യസ്തരൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്ക് പോയി കഴിഞ്ഞാൽ വീട്ടുകാർ പിന്നെ ഒരു കാര്യം അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? ആ വൈദികന്റെ കടപ്പാട് ദൈവത്തോടാണ്, ദൈവീക കാര്യങ്ങളോടാണ്. പിന്നെ വീട്ടിലെ കാര്യമൊന്നുമല്ല അവനെ കടപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ ഈ ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഈ കുറച്ച് സൈക്കോളജിക്കലി ഒക്കെ ഒത്തിരി ഫോർമേഷൻ അതൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ ഇൻവോൾവ് ആയി വന്നതിന്റെ ഫലമായിട്ട്, പ്രത്യേകിച്ച് സന്യാസ പരിശീലനത്തിനകത്ത് കൂടുതലായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി വീടിനോട് അറ്റാച്ച്ഡ് ആക്കി സന്യാസ പരിശീലനം നടന്നു പോകുന്നതൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. എല്ലാ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വീട്ടിലേക്കൊക്കെ വിളിക്കുകയും വീട്ടിലേക്കാണ് അന്വേഷിക്കുകയും വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റുമൊന്നും അല്ല ചെയ്യുന്നതൊക്കെ അവരോട് പറയുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ് ഒരു ബേസ് അർത്ഥത്തിൽ. പക്ഷെ അത് ഒരു കാൻഡിഡേറ്റിൽ ഒരിക്കലും അവരോട് വിടവാങ്ങിയിട്ട് വരാമെന്ന് ഇയാൾ പറയുന്നത് പോലത്തെ ഒരു മനോഭാവത്തിലേക്ക് പോകാൻ ഇടവരുത്തരുത്. ബ്രേക്ക് ഇറ്റ്. അങ്ങനെ തന്നെയാണ്. അവരില്ല എന്നൊന്നുമല്ല അതിന്റെ അർത്ഥം, അവർക്ക് വിലയില്ലെന്നുമല്ല. പക്ഷേ ദൈവം വിളിക്കുന്നതുമായി ബന്ധപ്പെടുത്താൻ മാത്രമൊന്നുമില്ല. അതുകൊണ്ടാണ് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കരുത്, അവൻ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ പശ്ചാത്തലം എന്നറിയോ? അത് യഹൂദരുടെ ഈ നിലമുഴലാണ് ഇതിന്റെ പശ്ചാത്തലം. നിലമുഴുമ്പോ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഒരു കലപ്പയുണ്ട്, കലപ്പയിൽ കയറി നിൽക്കും ഈ കാളകൾ അല്ലെങ്കിൽ അങ്ങനെ സാധനം വലിക്കുന്ന എന്താണോ, പൂട്ടാൻ വലിക്കുന്ന ജീവി എന്താണോ ആ മൃഗം ഈ കലപ്പയും വലിച്ചുകൊണ്ട് ഓടും. അപ്പൊ ആ നേരത്ത് ഈ കലപ്പ, മൊനയുള്ളതാണ് കലപ്പ, കലപ്പയുടെ മുകളിൽ വെയിറ്റ് കിട്ടാൻ വേണ്ടി ഇവൻ കയറി നിൽക്കും. അപ്പൊ ഇത് ഓടും. ഈ ഓടുന്ന സമയത്ത് ശ്രദ്ധിച്ചതെ പിടിച്ചു നിന്നില്ലെങ്കിൽ തെറ്റി വീണാൽ ഈ കലപ്പ ഇവന്റെ മേത്തോടെ കയറും, മരിച്ചു പോവുകയും ചെയ്യും. അപ്പോ ഈ നിലമുഴുന്ന കർഷകൻ എങ്ങനെയായിരിക്കും എന്നറിയാമോ? അവൻ ഭയങ്കര, നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുന്നേക്കാൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ നിൽക്കുക ചെയ്യാം. ഇനി കലപ്പയിൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ കാളകളെ ആണെങ്കിൽ അവയെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് കൈവച്ചാൽ അപ്പൊ തന്നെ ഇപ്പൊ കുതിരപ്പുറത്ത് കയറി കണിഞ്ഞാൽ വലിച്ചാൽ അപ്പൊ തൊട്ട് കുതിര ഓടി തുടങ്ങിയാലേ ആ സെക്കൻഡ് തൊട്ട് ഇവൻ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അതിൽ കയറിയിട്ട് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാൽ അവൻ അതേന്ന് ഉരുണ്ടു വീഴുകയും അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. കർത്താവിനോട് പറയുകയാണ്, നീ ഇതിനു വേണ്ടി ഇറങ്ങുവാണോ പിന്നെ അവിടെ തന്നെ നോക്കിയിരിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവിതം കൂടെയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് നീ ഒരു ലക്ഷ്യം കണ്ടാൽ ആ ലക്ഷ്യത്തിലേക്ക് വിളിച്ചവൻ ആരാണെന്ന് മനസ്സിലായാൽ പിന്നെ നീ സൈഡിലത്തേക്ക് വിട്ടേക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇതാണ് കർത്താവ് പറയുന്നത്. ഇത് ദൈവവിളിയും അതിന്റെ റെസ്പോൺസുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള പ്രബോധനത്തിന്റെ മേഖലയാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അത് അന്നും ഇന്നും ഒക്കെ എല്ലാ ദൈവവിളികളും സ്വീകരിക്കുന്നവർക്കും ഒക്കെ ഇത് ബാധകമാണ്, ഇൻക്ലൂഡിങ് മാരേജ്. ഒരു കല്യാണം കഴിച്ച് അയച്ചാൽ പിന്നെ പഴയ വീട്ടിലെ കഥയും ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്നും കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. നേരിട്ട് പൗരവത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിലും കെട്ടിച്ചുവിട്ട് കഴിഞ്ഞിട്ട് അമ്മ മോളെ എല്ലാ ദിവസവും വിളിക്കണം കേട്ടോ, മറക്കല്ല, കൊച്ചു വിളിച്ചില്ലെങ്കിൽ അമ്മച്ചിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, അതുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ആന്റിബയോട്ടിക് കഴിക്കുന്ന പോലെ 3 നേരവും വിളിക്കുകയും രാവിലെ ഉണ്ടാക്കിയ ഉപ്പുമാവ് അതിന്റെ ഉപ്പ് എന്തോരം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കത്തെ കറിയുടെ എരിവ് എന്തോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത അമ്മായിമാര് ഈ കാര്യം ഓർക്കണം. അതിന് കെട്ടിച്ചങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് അതവിടെ ജീവിക്കാനുള്ളതാണ് എന്നത് സകല ദൈവവിളികളെ സംബന്ധിച്ച് ബാധകമാണ്. പ്രത്യേകിച്ച് സന്യാസിയെയും പൗരോഹിത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായും അക്ഷരാർത്ഥത്തിൽ ബാധകമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഇനി അതുകൊണ്ട് തന്നെ ഈ വിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയതിനെ കുറിച്ച് ഓർത്തോണ്ട് ആശങ്കപ്പെടുകയും വേണ്ട. പൗരോഹിത്യം സ്വീകരിച്ചു, മറ്റേതായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു, സന്യാസം സ്വീകരിച്ചു, പണ്ട് കെട്ടിയാൽ മതിയായിരുന്നു, അല്ലെ കല്യാണം കഴിച്ചു, സിസ്റ്റർ ആവാൻ പോയാൽ മതിയായിരുന്നു, ഇങ്ങനെയൊന്നും ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ല എന്നും കൂടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ആനുകാലിക വിഷയമാണ് എന്ന് ഞാനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത്, ഇച്ചിരി സമയമുള്ളൂ. മൂന്നാമത്തേത് മർക്കോസിന്റെ സുവിശേഷം. വളരെ പരിചിതമായ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അത്യവർഷമാണ്. മർക്കോസിന്റെ സുവിശേഷം
11-ാം അധ്യായം 12 വാക്യം. വായിക്കാം. അടുത്ത ദിവസം അവർ ബഥാനിയായിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. ഓക്കെ, ബാക്കി അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അതിൽ പഴങ്ങളില്ലായിരുന്നു, ഇലകളില്ലാത്ത മറ്റൊന്നും കണ്ടില്ല, അത്തിപ്പഴം കൊണ്ട് കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഇതെന്ത് പരിപാടിയാണ്? എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അത് കഴിഞ്ഞിട്ട് 20-ാമത്തെ തിരുവചനം, അതിനെ നമ്മൾ എന്ത് വായിക്കും? അവർ രാവിലെ അത്തിമരത്തിന്റെ സമീപത്തു കൂടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. കർത്താവ് പറഞ്ഞവരത് മൊത്തം ഉണങ്ങിപ്പോയിരിക്കണുണ്ട്. എന്നിട്ടോ? അപ്പോൾ പത്രോസ് അവനെ അനുസ്മരിപ്പിച്ചു, ഗുരു, നോക്കൂ, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നമുക്ക് കാര്യം മനസ്സിലായി. നോക്കുക, ഒരിടത്ത് കർത്താവ് ഒരാവശ്യമില്ലാതെ അത്തിവൃക്ഷത്തെ ശപിച്ച് കരിച്ചു കളയുന്നു. അത് കണ്ടിട്ട് അത് കാണിച്ചു കൊടുത്ത സ്ലീഹന്മാരോട് പറയുകയാണ്, മലയോട് മാറിയിട്ട് അല്പമെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് സാധിച്ചു കിട്ടും. എന്ന് വെച്ചാൽ വായിക്കുന്നവന് മനസ്സിലാകുന്ന എന്താണ്? ഈശോ ഒരു മരത്തെ ശപിക്കാൻ ശ്രമിച്ചു, കർത്താവിന് അത്ര ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് അത് സാധിച്ചു കിട്ടി എന്നാണ് സാധാരണ ഒരാൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. എന്നാലും എന്താണ് ഇതിന്റെ പശ്ചാത്തലം, എന്താണ് ഇതിന്റെ അർത്ഥം? എപ്പോഴും ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈശോയുടെ എല്ലാ പ്രബോധനങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ജീവിതത്തിന്റെ പ്രബോധനങ്ങളുടെ സമഗ്രതയിലാണ്. കഷ്ണം മാത്രം എടുത്തിട്ടല്ല, ഈശോയുടെ മുഴുവൻ ജീവിതത്തിന്റെയും മുഴുവൻ പ്രബോധനങ്ങളുടെയും ടോട്ടാലിറ്റിക്ക് അകത്ത് നിന്നാണ് ഓരോ ചെറിയ ഭാഗത്തെയും വ്യാഖ്യാനിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ പ്രമാണം. എന്ന് വെച്ചാൽ ഏത് സുവിശേഷ വിശുദ്ധ ഭാഗം വ്യാഖ്യാനിക്കണമെങ്കിലുള്ള ഒന്നാമത്തെ പ്രമാണമാണത്. ഈശോയുടെ ജീവിതത്തിന്റെ സമഗ്രതയിൽ വേണം ഇത് വ്യാഖ്യാനിക്കാൻ, സുവിശേഷത്തിന്റെ ടോട്ടാലിറ്റിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. 2, തിരുസഭാത്മകമായി വേണം അത് വ്യാഖ്യാനിക്കാൻ. കാരണം തിരുസഭയിൽ സഭാജീവിതത്തിന്റെ മധ്യേ വിശ്വാസ സമൂഹത്തിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി എഴുതിയതാണ് ഇവയൊക്കെ. അപ്പൊ അതുകൊണ്ട് അതിന് എപ്പോഴും ഈ പശ്ചാത്തലം ഉണ്ടായിരിക്കും എന്നാണ് അതിനകത്തെ കാര്യം. അപ്പം ഇനി നമുക്ക് ഈ ഭാഗത്തെക്കുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണ്? ഈ മർക്കോസ് സുവിശേഷ വിശുദ്ധ മർക്കോസ് ഈ ഭാഗം എഴുതുന്നത് മറ്റൊരു സംഭവത്തിനകത്തോടെ കയറ്റി ഇറക്കിയിട്ടാണ് എഴുതുന്നത്. ഏതാണ് ആ സംഭവം? അത്തിവൃക്ഷത്തെ ശപിക്കുന്നതിന്റെയും തിരിച്ചു വരുമ്പോൾ അത് കരിഞ്ഞിരിക്കുന്നതായി കാണുന്നതിന്റെയും ഇടയ്ക്കൊരു സംഭവമുണ്ട്. ഏതാണ് ആ സംഭവം? അത് ദേവാലയ ശുദ്ധീകരണമാണ്. ഇതാണ് അതിനകത്തേക്കുള്ള കീ. ഇനി ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചോദിക്കുന്ന ആളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഈശോ ധാരാളം ഉപമകൾ അരുൾ ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈശോ ഒരു ഉപമ ചെയ്തു കാണിക്കുകയാണ്. അതായത് ഈശോ ധാരാളം ഉപമകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാൽ ഇവിടെ ഈശോ ഒരു ഉപമ ചെയ്തു കാണിക്കുകയാണ്. അപ്പൊ പറയുന്ന ഉപമകളും ചെയ്യുന്ന ഉപമകളും അതെങ്ങനെ ശരിയാവും? ഇപ്പൊ ഹോസിയ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ ഒരു ഒരു ദുർനടപ്പുകാരിയായ വേശ്യയെ പോയി വിവാഹം കഴിക്കുക. ഇവൻ പോയിട്ട് അങ്ങനെ ചെയ്യുവാണ്. അവിടുത്തെ ഒരു വേശ്യാവൃത്തിയിലായിരിക്കുന്ന ഒരാളെ പോയിട്ട് വിവാഹം കഴിക്കും. ഇതെന്തിനാ അങ്ങനെ ചെയ്തത്? അത് ദൈവം ഈ പ്രവാചകനിലൂടെ ചെയ്തു കാണിക്കുന്ന ഒരു പാഠമാണ്. എന്താണത്? ഇസ്രായേലെ, നീ അവിശ്വസ്തയായിരുന്നിട്ടും നിന്നെ ഞാൻ സ്വന്തമാക്കി. ഇത് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പ്രവാചകൻ പോയിട്ട് ഒരു വേശ്യാവൃത്തിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ പോയിട്ട്, പരസ്യമായ വേശ്യാവൃത്തിയിലായിരിക്കുന്ന ഒരാളെ പോയി വിവാഹം കഴിക്കുന്ന എന്തോ ലജ്ജാകരമായിരിക്കുന്ന ആലോചിക്കുക. അതും പ്രവാചകനെ പോലെ ഒരാൾ. ശരിക്കും ആലോചിക്കണം, ഒരു പ്രവാചകൻ, ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്ന പ്രവാചകൻ പോയിട്ട് ആരെ കല്യാണം കഴിക്കുന്നത്? ആ നാട്ടിലെ പ്രസിദ്ധിയായ ഒരു വേശ്യയെ. അതെങ്ങനെ ശരിയാവും? ആളുകൾ അത്ഭുതപ്പെട്ടു, എന്തായി കാണിച്ചത് എന്ന് അത്ഭുതപ്പെടും. അപ്പൊ അതിലൂടെ ദൈവം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇതുകൊണ്ട് അത്ഭുതപ്പെടണ്ട, ഇത് തന്നെ ഞാൻ ചെയ്തത്. അന്യദൈവന്മാരുടെ എല്ലാം പുറകെ പോണം നിങ്ങളെ ഞാൻ സ്വന്തമാക്കി. നോക്കുക, ഈ പ്രവാചകന്റെ ലജ്ജാകരമായ അവസ്ഥയാണ് എനിക്കിപ്പോ വന്നേക്കുന്നത് എന്നാണ് ദൈവം പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ചില പ്രവൃത്തികൾ ഈശോയും ചെയ്യാറുണ്ട്.
ഈശോ ചെയ്തു കാണിക്കുന്ന ഒരു ഉപമയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. ഇനി എന്താണ് ഈശോ ചെയ്തു കാണിക്കുന്നത്? ഈശോ ഒരു ഉപമ ചെയ്യുമ്പം ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ പ്രവാചകന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനകത്തൊരു സന്ദേശമുണ്ട്. അത് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉപമ ചെയ്തു കാണിക്കുക. അല്ലാണ്ട് ഉപമയ്ക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ വേശ്യാവൃത്തിയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. എന്ന പോലെ ഇവിടെ ഈശോ ഒരു കാര്യം ചെയ്തു കാണിക്കുമ്പം ചെയ്യണ കാര്യത്തിലല്ല പ്രാധാന്യം, എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. ശ്രദ്ധിച്ച് കേൾക്കണം. ചെയ്ത് കാണിക്കുന്നതിനല്ല പ്രാധാന്യം, എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതാണ് ഈ രണ്ട് വിവരണത്തിന് നടുക്ക് കിടക്കുന്നത്. ഈശോ എവിടേക്കാണ് പോകുന്നത്? ജെറൂസലേം ദേവാലയത്തിലേക്കാണ് പോകുന്നത്. മർക്കോസ് സുവിശേഷകനാണ് ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. മറ്റു സുവിശേഷകന്മാർ അതിനെ പൊതുവിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് ഇസ്രായേൽ എന്ന ടോട്ടാലിറ്റിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ദേവാലയം, ഇസ്രായേലിന്റെ കേന്ദ്രമായിരിക്കുന്ന ദേവാലയം എന്ന ഫോക്കസിലാണ് മർക്കോസ് സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. രണ്ടും ഒരേ കാര്യമാണ്. മറ്റു സുവിശേഷം കാണുന്നു ഇതും ഒരേ കാര്യമാണ്. മറ്റു സുവിശേഷങ്ങളിൽ ഇസ്രായേൽ എന്നുള്ള ടോട്ടാലിറ്റിയിൽ പറയുമ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ കേന്ദ്രമാകുന്ന ദേവാലയ കേന്ദ്രീകൃതമായി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇവിടെ? ഈശോ ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. അവിടെ ആട്, പ്രാവ് തുടങ്ങിയവയൊക്കെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കാണുന്നു. അതിനെയൊക്കെ തട്ടിമറിച്ചിടുന്നു. എന്നിട്ട് കർത്താവ് ചാട്ടയുണ്ടാക്കി അവയൊക്കെ അടിച്ചോടിക്കുന്നു. ഇതാണ് സംഭവം. ഇനി ഇതും ഈ ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈശോ എന്തിനാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഒരു അത്തിവൃക്ഷത്തെ ശപിച്ചു കളയുന്നത്, കരിച്ചു കളയുന്നത്? ഇതിനകത്ത് ഭയങ്കര രസകരമായ ചില പരാമർശങ്ങളുണ്ട്. അത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നു. ആര്? ഈശോ. സകലതും അറിയുന്ന, മനുഷ്യന്റെ ഹൃദയങ്ങൾ അറിയുന്ന ഈശോ ഒരു മരത്തേല് സീസൺ അല്ലാത്ത സമയത്തെ, എന്ന് വെച്ചാൽ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിച്ചറിയാൻ പറ്റുന്നൊക്കെ പറഞ്ഞു അതുപോലെ അറിയാവുന്ന ഈശോ കാലമല്ലാത്ത ഒരു സമയത്ത് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്നും വിചാരിച്ച് അടുത്ത് ചെന്നു എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്കൊരു ആശങ്കയുണ്ട്. ഈശോയ്ക്ക് തന്നെ ഇത്രയ്ക്ക് അറിയാൻ പാടില്ല. എന്നിട്ടോ എന്നാൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അടുത്തത്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പഴം ഉണ്ടാകാത്ത ഒരു കാലത്ത്, നിങ്ങൾക്കറിയാം, ഇപ്പം മാമ്പഴം ഉണ്ടാവാത്ത ഒരു കാലത്ത് മാവ് ചെന്ന് നോക്കിയിട്ട് മാങ്ങയില്ല, മാവുങ്ങയില്ലാത്ത മാവ് കരിഞ്ഞു പോട്ടെ എന്ന് ഒരാൾ ശപിക്കുവാണെങ്കിൽ നാട്ടുകാർ മുഴുവൻ എന്നാ പറയും? അത് കരിയലെന്ന് മാത്രമല്ല, നാട്ടുകാരല്ല പറയും, എന്നാ പൊട്ടനാന്ന് പറയും, അല്ലെ? ഇനി അവന് ശപിക്കാനുള്ള അധികാരം ഉണ്ടെങ്കിൽ പോലും ദൈവം അവന് ശപിക്കാൻ അനുവദിക്കും, അല്ലെ? ദൈവം സാധിച്ചു കൊടുക്കും. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനി മൂന്നാമത്തത്, ഈശോയുടെ ശാപം തന്നെയാണ് അടുത്ത വിഷയം. ഈശോ ശപിക്കുന്നു. അതെങ്ങനെ ശരിയാകും? കാരണം സുവിശേഷത്തിന്റെ ടോട്ടാലിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ടുള്ള ഈശോയുടെ മുഖം ശപിക്കുന്ന ഈശോയല്ല, തെറ്റ് ചെയ്യുന്നവരെ പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഈശോയാണ്, അല്ലെ? ഇങ്ങനെ ശപിക്കുന്ന ഒരു ഈശോയെ എന്ന് വെച്ചാൽ തന്നെ കൊല്ലാൻ വരുന്നവരെയോ തന്നെ കുറ്റപ്പെടുത്തുന്നവരെയോ പിശാചുകളെ കൊണ്ടാണ് ഇവൻ തന്നെ ബഹിഷ്കരിക്കുന്നതെന്ന് പറയുന്നവരെയോ വീഞ്ഞൂടിയനും ഭോജനപ്രിയജനുമാണ് എന്ന് പറയുന്നവരെ പോലും ശപിക്കാത്ത ഈശോ, തന്നെ അവഹേളിക്കുന്നവരെ ഒരിക്കലും തിരിച്ചപമാനിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഈശോ എങ്ങനെയാണ് മറ്റുള്ളവരെ ശപിക്കുന്നത്? ഇനി മനുഷ്യന്റെ കാര്യം പോട്ടെ, നമ്മളെ ഒന്നും ചെയ്യാത്ത ഒരു മരത്തെ പോയി ശപിക്കാൻ മാത്രം ഈശോ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പൊ അത് ഈശോയിൽ നിന്ന് ഒരിക്കലും അങ്ങനെ വരില്ല എന്ന് മനസ്സിലാക്കലാണ് ആദ്യത്തെ കാര്യം. ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു സുവിശേഷ ഭാഗം മനസ്സിലാക്കേണ്ടതിന്റെ അടിസ്ഥാന തത്വമാണ്. അതുവരെ നമുക്കറിയാവുന്ന സുവിശേഷത്തിന്റെ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, ഈശോയുടെ ജീവിതത്തിന്റെ ടോട്ടാലിറ്റി എടുത്ത് പരിശോധിക്കുമ്പം അതിനോട് ഇത് മാച്ചാവുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും? അങ്ങനെയാണെങ്കിൽ ഇതിന് വേറെ അർത്ഥമായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ പൊതു സ്വഭാവത്തോട് ഇത് ചേരുന്നില്ലെങ്കിൽ അപ്പൊ ഇത് വേറെ ആയിരിക്കും. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊരു വണ്ടി ഇങ്ങനെ അയച്ചിട്ടേക്കുക. അപ്പൊ അതിനകത്ത് ഒരു വലിയ ചിറക്, വിമാനത്തിന്റെ ചിറകെ അവിടെ ഇരിക്കുക. നമുക്ക് എന്ത് മനസ്സിലാവും? ഉറപ്പായിട്ട് ഇത് ഈ വണ്ടിയുടെ അല്ല, കാരണം ഇതിനിത് ചേർത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? നമ്മൾ അപ്പൊ തന്നെ ഇതിനകത്തുള്ള അല്ല എന്ന് പറയും. എന്നതുപോലെ ഈശോയുടെ മുഴുവൻ പ്രവൃത്തികളുടെ അകത്ത് ചേരാത്ത ഒരു കാര്യം ഇരിക്കുമ്പം സുവിശേഷകാരൻ നമ്മളോട് പറയുകയാണ് അത് ഈശോയുടെ പ്രവൃത്തിയൊന്നും അല്ല, ഇതൊരു ഉപമയാണ് എന്ന് നമുക്ക് സൂചന തരാൻ വേണ്ടിയാണ് ആ മരത്തെ കാലമല്ലായിരുന്നൊക്കെ എടുത്തു പറയുന്നത്. കാലം പോലും അല്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ച് തെറ്റിദ്ധരിക്കാം. അതിന്റെ കാലത്ത് എന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ എല്ലാവരും ഫലം പുറപ്പെടുവിക്കും, നീ എന്താ പുറപ്പെടുവിക്കാത്തെന്ന് ഓർത്ത് ശപിച്ചു എന്ന് തെറ്റിദ്ധരിക്കാം. ഇവിടെ അതൊന്നും അല്ല പ്രശ്നം എന്ന് പറയുകയാണ് ഈ വാക്കിലൂടെ. എന്നിട്ടോ ഇനി ഒരിക്കലും തിന്നാതിരിക്കട്ടെ, അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു എന്നതാണ് അതിന്റെ അർത്ഥവാചകം. അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. പിന്നെ ശിഷ്യന്മാർ കൂടെ പോകുമ്പോൾ ഇത് പറഞ്ഞാൽ അവർ കേൾക്കുകയല്ലേ? വെറുതെ ഹേർഡ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അവർക്കത് ബോധ്യപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയാ. എന്താണ് അവർക്ക് ബോധ്യപ്പെട്ടത്? അത് തുറന്ന് പറയും. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി എന്താണ് ഇതുമായിട്ടുള്ള ബന്ധം? ശരിക്കും ഈ ഇലച്ചാർത്തുകൊണ്ട് നിറഞ്ഞ്
പഴമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ നിൽക്കുന്ന അത്തിവൃക്ഷം, അത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ജെറുസലേം ദേവാലയമാണ്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ ആത്മീയതയുടെ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന, ലോകത്തിലെ എല്ലാ സ്ഥലത്തെ യഹൂദരും മറ്റാളുകളും സന്ദർശകർ പോലും, നമുക്കറിയാലോ അപ്പസ്തോല പ്രവർത്തനത്തിന്റെ ആരംഭത്തിൽ പെന്തക്കോസ്താ തിരുനാളിൽ എല്ലാ സ്ഥലത്തുള്ള ആൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കാൻ വരുന്ന ദൈവം നൽകിയ ആ ദേവാലയം, വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിക്കുന്ന, അനുദിനം ബലിയർപ്പണം നടക്കുന്ന, നമുക്കറിയാലോ വാഗ്ദാന പേട്ടകം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിവിശുദ്ധമായ ആ ദേവാലയം ആത്മീയതയുടെ കേന്ദ്രമായിരിക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്നു. കാരണം അതിന്റെ കോട്ടകൊത്തളങ്ങളും അതിന്റെ ആംബിയൻസും അങ്ങനെയാണ്. എന്നാൽ അതിനടുത്ത് ചെല്ലുന്നവർക്കോ അവിടെ നടക്കുന്നത് അർത്ഥമില്ലാത്ത ആചാരങ്ങളും കച്ചവടങ്ങളും പ്രായോൽപ്പനയും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. നോക്കുക, അതുപോലത്തെ ഒരു പ്രതീകമാണ് ഈ അത്തിവൃക്ഷം, അല്ലെങ്കിൽ അത്തിവൃക്ഷത്തിന്റെ യാഥാർത്ഥ്യമാണ് ദേവാലയം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്തിവൃക്ഷം നമ്മളെ പറ്റിക്കുന്ന പോലെ നിറച്ച് ഇലയൊക്കെ നിറഞ്ഞ് പഴം ഉണ്ടെന്ന് ആർക്കും കണ്ടാൽ തോന്നും. ജെറുസലേം ദേവാലയം കാണുമ്പോഴും അതിൽ ശക്തമായ ആത്മീയതയ്ക്ക് സ്ഥാനമുണ്ട്, ദൈവാനുഭവമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട് എന്ന് ആര് നോക്കിയാലും കാണും. എന്നാൽ അടുത്ത് ചെല്ലുമ്പോഴോ അതിനകത്തൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ അത്തിവൃക്ഷത്തെ ഞാൻ കരിച്ചു കളഞ്ഞെങ്കിൽ അതുപോലെ ആ ദേവാലയത്തെയും ഞാൻ ചാട്ടയെടുത്ത് ശുദ്ധീകരിക്കും എന്നാണ് ഈശോ അവരോട് പറയുന്നത്. അതായത് അത്തിവൃക്ഷം എങ്ങനെ ഇരിക്കുന്നു എന്ന് എങ്ങനെ ഇരിക്കുന്നു അതുപോലെയാണ് ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെങ്കിൽ ജെറുസലേം ദേവാലയത്തോട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് അത്തിവൃക്ഷത്തോട് ചെയ്ത് കാണിക്കുവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്രയുടെ അവസാനം ജെറുസലേം ദേവാലയത്തിൽ ചെല്ലും, അവിടെ ഞാൻ ഈ അത്തിവൃക്ഷത്തോട് ചെയ്തതുപോലെ ചെയ്യും എന്ന് ഈശോ അവരോട് മുൻകൂട്ടി പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സത്യത്തിലേത്. എന്നിട്ടോ അവന്റെ ശിഷ്യന്മാർ അത് കേട്ടു എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലായി എന്നർത്ഥം. കാരണം എന്താണ്? ഇത് ദേവാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഉപമയല്ല, പകരം അത് കടന്ന് അവരുടെ ജീവിതത്തിലൂടെ പ്രവേശിക്കും. എന്താണ് അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് നാളെ മിശിഹായാകുന്ന ദേവാലയം ആരംഭിക്കുമ്പോൾ, സഭ ആരംഭിക്കുമ്പോൾ, ആ സഭയിലും സഭാംഗങ്ങളുടെ അകത്തും അതിനെ നയിക്കുന്ന സ്ലീഹന്മാർക്കും അവരുടെ പിൻഗാമികളാകുന്ന മെത്രന്മാരും വൈദികരും ഉൾപ്പെടെയുള്ളവർക്ക് ഉള്ള പാഠമാണ് അത്. കാരണം കർത്താവ് പറയുകയാണ്, ഈ അത്തിവൃക്ഷത്തോട് ഞാനത് ചെയ്തെങ്കിൽ, ജെറുസലേം ദേവാലയത്തോട് ഞാനത് ചെയ്തെങ്കിൽ എന്റെ ശരീരമാകുന്ന സഭയെയും ഞാൻ ശുദ്ധീകരിക്കും. അതിനെതിരെ മോശമായി പെരുമാറുന്നവരും അതിനകത്ത് നിന്ന് അതിനെ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയും ഞാൻ ചാട്ടവാറെടുക്കും എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ശിഷ്യന്മാർ അത് കേട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അത് ബാധകമാകുന്നതാണ് മൂന്നാമത്തെ തലം. രണ്ടാമത് നമുക്ക് കേൾക്കാൻ എളുപ്പമാണ്, അച്ഛന്മാരും സഭ ഒന്നടങ്കം അങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ എളുപ്പമാണ്. മൂന്നാമത്തെ തലം കുറെ കൂടെ കോൺക്രീറ്റ് ആണ്. അതെന്നെ പേഴ്സണൽ ആയിട്ട് സ്പർശിക്കുന്നതാണ്. നമ്മളെ ഓരോരുത്തരും, ആളുകൾ നമ്മളോട് പറയില്ലേ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എന്താണ് അതിന്റെ അർത്ഥം? അല്ല, ജോസഫ് ചേട്ടൻ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാറില്ല, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാറ്, ശരിയല്ലേ? എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ ഉള്ളിൽ ഈശോയുണ്ട്, ഞാനത് തിരിച്ചറിയുന്നു, നിന്നിൽ വസിക്കുന്ന ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഉടനെ ആ ആൾ ഈ ആളോടും പറയും സ്തുതിയായിരിക്കട്ടെ എന്ന്, ആ ആളോടും പറയും. രണ്ടുപേരും മറ്റേയാളുടെ ഉള്ളിലുള്ള ഈശോയ്ക്കാണ് സ്തുതി ചെയ്യുന്നത്. ഒരു അക്രൈസ്തവൻ ഒരു ക്രൈസ്തവനെ കാണുന്നത് മിശിഹായെ സ്വീകരിച്ച, മാമൂസയിൽ അവിടുത്തെ ശരീരമായ ഈശോയെ വഹിക്കുന്ന ഒരു സക്രാരിയായിട്ടാണ്. അങ്ങനെ കണ്ട് നിന്റെ അടുത്ത് വരുമ്പം ആ അക്രൈസ്തവ സഹോദരന് നിന്റെ ഉള്ളിൽ ഈശോ ഇല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ വന്നാൽ നിന്നെ ഞാൻ ഈ അത്തിവൃക്ഷത്തെ പോലെ കത്തിച്ച് നരകത്തിൽ കൊണ്ട് കളയും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു എന്ന് പറയുമ്പോൾ യുഗാന്ത്യം വരെയുള്ള അവന്റെ ശിഷ്യന്മാർ ഓരോരുത്തരും അത് കേൾക്കണം എന്നും അർത്ഥമാണ്. എക്ലസിയോളജിക്കലാണ്, സഭാത്മകമാണ് ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. ഇനി മറുവശത്ത് ഇനി അടുത്ത കാര്യം എന്താണ്? തിരിച്ചു പോകുമ്പം അവർ കണ്ടോ അത് കരിഞ്ഞു പോയിക്കണു എന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ടോ അപ്പോഴാണ് വിശ്വാസത്തിന്റെ കാര്യം. ഇതെങ്ങനെ ശരിയാവും? ഇത് ശരിയാകുന്നതെന്ന് വെച്ചാൽ ഈ ഉപമയോട് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈശോയുടെ പ്രബോധനങ്ങളുടെ ഒരു പൊതു സ്വഭാവത്തെ, ഒരു പർട്ടിക്കുലർ കാര്യത്തെ കൂടി ചുമ്മാ വെറുതെ അറ്റാച്ച് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് ഉപമയായതുകൊണ്ട് അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും.
അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ കാര്യം കൂടെ പറയാണ്, വിശ്വാസത്തെക്കുറിച്ചുകൂടെ പറയാണ്. അവിടെ ശകലം വ്യതിചലിച്ചു. ഈ സംഭവം അവിടെ കഴിഞ്ഞു. അതായത് അത്തിവൃക്ഷവും ജെറുസലേം ദേവാലയം തമ്മിലുള്ള ബന്ധവും പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയാണ്. എന്നാലും അതെങ്ങനെ സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കുമോ? ആ സമയത്ത് കർത്താവിനോട് പറയുകയാണ്, വിശ്വസത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് കിട്ടും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈശോ പ്രതികരിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക, സത്യമായി എന്നോട് പറഞ്ഞു, ആരെങ്കിലും ഈ മലയോട് ഇവിടുന്ന് മാറി കടൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. മലയോട് മാറുക എന്ന് പറഞ്ഞാൽ സംഭവിക്കും. എന്താണ് അതിന്റെ അർത്ഥം? എന്നോട് ഒരാൾ നേരിട്ട് തന്നെ ഒരാളെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ അങ്ങനെ ശരിക്കും ചെന്ന് മലയോട് മാറാൻ പറഞ്ഞ മാറുവാച്ച. ഈ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ എന്താ പറയാ, ഇവിടുത്തെ ഇപ്പൊ പ്രധാന പ്രശ്നം പശ്ചിമഘട്ടത്തിന്റെ പ്രശ്നമാണ് അല്ലെ. അത് കുറച്ചുകൂടെ അങ്ങ് നീങ്ങി വല്ല കർണാടകയിലോ ആന്ധ്രയിലോ പോയിരിക്കാൻ പറയാണ്. നമുക്ക് കേരളക്കാർക്ക് സമാധാനത്തിൽ അല്ലെ, ഈ വയനാട്ടുകാർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ന് സമാധാനത്തിൽ ഇവർക്ക് ജീവിക്കായിരുന്നു. ഇതിനെ കുറച്ചങ്ങ് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ചില ആളുകൾ ചോദിക്കും, പിന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ പറ്റുമെന്ന് വിശുദ്ധത നേടും, ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചൊരു മലയെ മാറ്റാൻ പറ്റും എന്നൊക്കെ ചോദിക്കാം. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, മലയെ മാറ്റുക എന്ന് പറയുന്ന ഒരു ഹീബ്രു പഴഞ്ചൊല്ലാണ്. ഹീബ്രു പഴഞ്ചൊല്ലാണ്. അതായത് അസാധ്യ കാര്യത്തെ സാധ്യമാക്കുക എന്ന് അതിന്റെ അർത്ഥം. മലയെ മാറ്റുക, ഓ ഇതൊരു മലയെ മാറ്റില്ല എന്ന് നമ്മൾ പറയല്ലേ, ഇതൊരു ബാലികേറാമലയാണ് എന്നൊക്കെ പറയല്ലേ. എന്ന് വെച്ചാൽ ബാലി അവിടെ കയറണ്ടോന്നാണ് ചോദ്യം. അല്ല, നമ്മൾ സാധാരണ അനുദിന ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെ ചില ഫ്രേസുകൾ ഉപയോഗിക്കാറുണ്ട്. ചില ഫ്രേസുകൾ ഉപയോഗിക്കും. മനസ്സിൽ പെട്ടെന്ന് അധികമൊന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണ പലപ്പോഴും എന്റെ ഉള്ളില് തീയാണെന്നൊക്കെ പറയണ പോലെ, അല്ല എന്റെ ഉള്ളിൽ തീയാണ്, എനിക്ക് ടെൻഷനാണെന്ന് പറഞ്ഞാൽ മതി. പകരം എന്താ പറയാ, എന്റെ ഉള്ളിൽ തീയാണ്, തീയോടെ ഇരിക്കുന്നു. എന്റെ ഉള്ളിൽ തീയാണെന്ന് അമ്മച്ചി പറഞ്ഞത് നുണയായിരുന്നു. അമ്മച്ചിയുടെ ഉള്ളിൽ തീയുമില്ല, അമ്മ ശ്വാസം വിടുമ്പോൾ പുകയിട്ട് വരുന്നുമില്ല എന്ന് കൊച്ചു പറഞ്ഞാൽ നമ്മൾ എന്തായാലും മറുപടി പറയും അല്ലെ. അപ്പൊ അതൊരു പ്രതീകാത്മക ആലങ്കാരിക സംസാരമാണ്. ഇത് അവരുടെ ഇടയ്ക്കുള്ള പഴഞ്ചൊല്ലാണ്, മലയെ മാറ്റുക. മലയെ മാറ്റുക, മലയെ മാറ്റുക എന്ന് പറഞ്ഞാൽ അസാധ്യ കാര്യത്തെ സാധ്യമാക്കുക എന്ന് അതിന്റെ അർത്ഥം. ഈശോ പറയുന്നത് എന്താണ്? നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ അസാധ്യ കാര്യങ്ങൾ പോലും സാധ്യമായി തീരും എന്നാണ്. അസാധ്യ കാര്യങ്ങൾ പോലും. പക്ഷെ ഒരു മനുഷ്യന്റെ മാനസാന്തരം ഒരു അസാധ്യ കാര്യമാണ്, വിശ്വാസം കൊണ്ട് അത് സാധിക്കും. അതാണ് ഈ ഏറ്റവും വലിയ അസാധ്യ കാര്യം. എന്താണ്? മനുഷ്യനായിരിക്കുന്ന ഒരു ഭൂമിയുടെ ഒരു ജീവിക്ക്, ഒരു സൃഷ്ടിക്ക് സ്വർഗത്തിൽ പോവുക സാധ്യമാണ്? നെവർ. അത് വിശ്വാസമുണ്ടെങ്കിൽ സാധ്യമാണ്. നീ സ്വർഗത്തിൽ പ്രവേശിക്കും. അത് മനുഷ്യനെ കൊണ്ട് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അത് സാധ്യമാണ്. ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ ഭാഗം ഒരിക്കലും ഈശോയുടെ ക്രൂരതയെക്കുറിച്ച് പറയുന്നതല്ല, വിശ്വാസം ഉണ്ടെങ്കിൽ മരം കത്തിച്ച് കളയാൻ പറ്റും എന്ന് പറയുന്നതുമല്ല. പകരം അതിനപ്പുറത്ത് ഈശോ ചെയ്തു കാണിക്കുന്ന ഒരു ഉപമയും ആ ഉപമയെ തുടർന്ന് ഈശോ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയവും കൂടിയാണ്. എന്താണ് ആ മറ്റൊരു വിഷയം? വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം ഇത് അവസാനിപ്പിക്കാനായിട്ട്. കാരണം ഇന്നത്തോടെ നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുമായതുകൊണ്ട്. അത് പത്രോസ് നീ പാറയാകുന്നു എന്ന് പറയുന്ന കാര്യമാണ്. ഇതിനകത്ത് ചോദ്യം എനിക്ക് അയച്ചു തന്ന ചോദ്യം, ഞാനത് ആ ചോദ്യം എടുക്കാനായിട്ട് ഉള്ള കാരണം ആ ചോദ്യം ഒത്തിരി പ്രധാനപ്പെട്ടതാണ് എന്നതുകൊണ്ടാണ്. ചോദ്യം ഇതാണ്, 16-ാം അധ്യായത്തിൽ ഈശോ തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. മറുപടിയായി പത്രോസ് പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ ഈശോ പറയുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങൾ അല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം കേട്ട ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, പത്രോസിന്റെ മേലല്ല സഭ പണിയപ്പെട്ടത്, മറിച്ച് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹയാകുന്നു എന്നുള്ള ഉറപ്പിന്മേലാണ് സഭ പണിയപ്പെട്ടത് എന്നാണ്. അതിന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ന്യായം, ഇതിനൊക്കെ ശേഷമാണല്ലോ പത്രോസ് തള്ളി പറഞ്ഞതും ഈശോയെ അറിയില്ലെന്ന് പറഞ്ഞതുമെല്ലാം. ഒരു സ്ഥിരതയും ഉറപ്പുമില്ലാത്ത പത്രോസിന്റെ മേൽ എങ്ങനെയാണ് സഭ സ്ഥാപിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, പത്രോസെ നീ പാറയാകുന്നു എന്നാണ്, ശിമയോനെ നീ പാറയാകുന്നു എന്നല്ല. ശിമയോൻ എന്ന് പറഞ്ഞ ചഞ്ചലൻ, ഇളകുന്നവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇളകുന്നവൻ എന്ന മട്ടിലുള്ള പേരുള്ള പത്രോ എന്നുള്ള ശിമയോനോട് കർത്താവ് പറയുകയാണ്, ആദ്യത്തെ കാര്യം നീ പാറയാകുന്നു എന്ന് പറയുകയാണ്. ഞാൻ നിന്നെ മാറ്റുന്നു എന്നാണ് കർത്താവ് ആദ്യം അവനോട് പറയുന്നത്. എന്നിട്ട് അവനോട് പറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. അപ്പൊ ഇതിന് രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ലോകത്തിൽ ആളുകൾ കൊടുക്കാറുണ്ട്. ഒന്ന്, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാകുന്ന പാറമേലാണ് കർത്താവ് തന്റെ സഭ പണിയതെന്നും, രണ്ടാമത്തത് പത്രോസ് ആകുന്ന പാറമേലാണ് സഭ പണിതതെന്നും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? പത്രോസിന്റെ പ്രാമുഖ്യത്തെ, പേപ്പസിയെ അംഗീകരിക്കാത്ത
ഓർത്തഡോക്സുകാരും ഉൾപ്പെടെയുള്ള ആളുകളാണ് വളരെ സൗകര്യപൂർവം പത്രോസിനെ മാറ്റി നിർത്തിയിട്ട് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പുറത്താണ് കർത്താവ് സഭയെ സ്ഥാപിച്ചത് എന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. പിടികിട്ടിയോ? അത് അങ്ങനെ പറയുന്ന ഒരാളല്ല, ഒരു ഗണം സഭാവിഭാഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാർ ഉൾപ്പെടെയുള്ളവർ. കാരണം വിശ്വാസത്തിൽ അവര് നമ്മളോട് തുല്യരാണ്, സമാനമാണ്. പക്ഷെ ഏക വ്യത്യാസം എന്താണ്? പത്രോസിന്റെ പ്രൈമസി അംഗീകരിക്കില്ല. അപ്പൊ ഈ വാചകം വലിയൊരു പ്രശ്നമാണ്. പത്രോസെ നീ പറയാവുന്നു, നിന്റെ മേൽ സഭ പണിയെന്ന് പറയുമ്പം പത്രോസിനോട് കൂട്ടായ്മയില്ലാത്ത, പത്രോസിനെ അംഗീകരിക്കാത്ത, പത്രോസിന്റെ സിംഹാസനം അംഗീകരിക്കാത്ത ഒരു സഭ കർത്താവ് പണിത സഭയാവില്ലല്ലോ. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ അന്നേരം അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് പറയാം. എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പറയും? പത്രോസിന്റെ മേലല്ല, കാരണം പത്രോസ് ഇങ്ങനെ ഒരു തല്ലിപ്പറയൊക്കെ ചെയ്യുന്ന ഒരു ഉറപ്പില്ലാത്തൊരു മനുഷ്യനെ പുറത്താൻ സഭ പണിയുന്നു. അപ്പൊ അതുകൊണ്ട് പത്രോസിലൂടെ നൽകപ്പെട്ട വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പുറത്താണ് സഭ വന്നേക്കുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. പത്രോസ് വേറെ, പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം വേറെ എന്നില്ല. പത്രോസ് വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പം കർത്താവ് അവനെ വിളിച്ചിട്ടാ പറയുന്നത്, പത്രോസെ നീ പറയാവുന്നു, ശിമയോനെ നീ പത്രോസ് ആകുന്നു പോലുമല്ല. പീറ്റർ, യു ആർ ദ റോക്ക്, നീയാണ് ഉറപ്പുള്ള ശില എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? പത്രോസ് എന്ന് പറയുന്നത് വെറുതെ ഒരു വ്യക്തിയല്ല, സ്ലീഹന്മാരിൽ ഒരാളുമല്ല, പകരം ശ്ലൈഹിക സംഘത്തെ പ്രതിനിധീകരിക്കുന്ന സിംബോളിക് പേഴ്സൺ ആണ്. സഭയുടെ കൂട്ടായ്മയെ പേഴ്സോണിഫൈ ചെയ്യുന്ന പോപ്പാണത്, ഹോളി പോപ്പ്, മാർപ്പാപ്പയാണത്. എന്ന് വെച്ചാൽ സഭയെ മുഴുവനും ഒരാളിൽ കേന്ദ്രീകരിക്കുന്നു, ശ്ലൈഹിക സംഘത്തെ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നു. കർത്താവ് ചെയ്യുവാണ് അങ്ങനെ. അതുകൊണ്ടാണ് പത്രോസ് മറ്റു 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് സംസാരിച്ചു. പത്രോസ് സംസാരിക്കുന്നത് മറ്റു 11 പേരോടും ഒപ്പം. പത്രോസിനോടൊരു കാര്യം പറയുമ്പം ശ്ലൈഹിക സംഘത്തോടാണ് പറയുന്നത്. പത്രോസ് ഒരു കാര്യം പറയുമ്പം സ്ലീഹന്മാരുടെ സംഘത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതൊരു പഴയ നിയമ കാലഘട്ടം മുതലുള്ള ഒരു സംവിധാനമാണ്, അല്ലെ? നേതാവ് അണികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെ? ഇന്ത്യയിൽ നിന്ന് ഒരാൾ പോയിട്ട് അംബാസഡറായിട്ട് UN പോയി സംസാരിക്കുമ്പം ഇന്ത്യ സംസാരിക്കുന്നല്ലേ പറയാ, കാരണം ഇന്ത്യയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ശ്ലൈഹിക സംഘത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? അപ്പസ്തോലന്മാരെ നിങ്ങളാകുന്ന അടിത്തറമേൽ ഞാൻ സഭയെ പണിയുന്നു എന്നാണ് അർത്ഥം. അത് തന്നെയാണ് കൊറിന്തോസ് ലേഖനം നമ്മൾ വീണ്ടും വായിക്കുന്നത്, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. പത്രോസിനോട് കൂട്ടായ്മയിലായിരിക്കുന്ന സ്ലീഹന്മാർ എന്നാണ്. മജിസ്തേരിയത്തെ പറയുന്നത് അങ്ങനെയാണ്. അപ്പസ്തോലന്മാരുടെ സംഘം എന്നല്ല, പകരം പത്രോസ് തലവനായിരിക്കുന്ന സ്ലീഹന്മാരുടെ സംഘം. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട വിഷയമാണ്. ശ്ലൈഹിക സംഘത്തെ അംഗീകരിക്കണം, അവരുടെ തലവനായ മാർപ്പാപ്പയെ അംഗീകരിക്കണം. ഇങ്ങനത്തെയുള്ള ഹൈറാർക്കിക്കൽ സംവിധാനത്തിന്റെ മുകളിലാണ്, അഥവാ ആ വ്യക്തികളിൽ തന്നെയാണ്, അവരുടെ ആ ശ്ലൈഹിക സ്ഥാനത്തിലാണ് സഭയെ പണിതത് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒരിക്കലും വെറുതെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിന്റെ പുറത്താണ് എന്നല്ല. അങ്ങനെ ആരെങ്കിലും പറയണ്ടെങ്കിൽ അവരോട് വിളിച്ച് ഈ കാര്യം നമ്മൾ പറയണം. കാരണം ഇതാണ് ഒരാളെ കാത്തലിക്കും നോൺ കാത്തലിക്കുമാക്കി മാറ്റുന്നത്. കാത്തലിക്കും നോൺ കാത്തലിക്കുമാക്കി മാറ്റുന്നത്. നോൺ കാത്തലിക് എന്ന് പറയുന്നത് എന്താ? മാർപ്പാപ്പയെ അംഗീകരിക്കാത്ത, 24 വ്യക്തിസഭകൾക്കകത്ത് ഉൾപ്പെടാത്ത, എന്നാൽ ഏതെങ്കിലും അപ്പസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരാളുമായി കത്തോലിക്ക സഭയെ വ്യത്യസ്തപ്പെടുന്നതിന് എവിടെയെന്നറിയാമോ? ഈശോ സ്ഥാപിച്ച പത്രോസിന്റെ മേൽ പണിതുയർത്തപ്പെട്ടതാണ്. പത്രോസിന്റെ എന്ന് പറഞ്ഞ ഒരാളല്ല, പത്രോസിന്റെ നേതാവായിരിക്കുന്ന സ്ലീഹന്മാരുടെ സംഘവും അവർ പിന്തുടരുന്ന മെത്രാന്മാരുടെ സക്സഷനും കൂടിച്ചേരുന്നതാണിത്. അതിന്റെ മുകളിലാണ് ഈ സഭയെ പണിതിരിക്കുന്നത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ചു നേരം ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ഇന്നൊരു 7:35 വരെയുള്ള സമയത്ത്, ഇന്ത്യൻ സമയം ആണ് നമ്മൾ ചോദ്യോത്തരം നടത്തുന്നത്. അത് ഇങ്ങനൊരു പരിശുദ്ധ കുർബാനയും കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഒരു വാക്ക് പറഞ്ഞോട്ടെ. എന്റെ കൂടെ ഒന്ന് പറയാൻ ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാ. അതായത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾക്കകത്തൊക്കെ പ്രവാശബ്ദം അറിയിക്കും നമ്മൾ പറ്റുന്നവരോടൊക്കെ പറഞ്ഞു തുടങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തുടങ്ങുന്നത്. നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെയുള്ള ഒരു ജീവിതാന്ത സ്വരുക്ക കോഴ്സ് തുടങ്ങുകയാണ്. ഒരു ധ്യാനം പോലെ മാത്രമല്ല, അതിന്റെ ഭാഗങ്ങളും അതിനകത്തുണ്ട്. പക്ഷെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ്, മാസത്തിൽ 2 പ്രാവശ്യം ഒരുമിച്ച് കൂടുന്ന, അങ്ങനെ ഒരു വർഷമാകുമ്പോഴത്തേനും 10-25 ക്ലാസ്സുകൾ, വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടാവുന്ന
ലോജിക്കലായിട്ടും റീസണബിൾ ആയിട്ടും വിഷയങ്ങളെ മനസ്സിലാക്കുന്ന കുട്ടികൾക്ക്, യുവജനങ്ങൾക്ക്, ടീനേജേഴ്സിന് പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. അത് സൂം വഴിയാണ്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം പങ്കാളിത്തം ഉണ്ടായിരിക്കുന്ന ഒരു കോഴ്സാണ്. അതൊരു ഒരു 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 അതിന്റെ പേര് യു കാന എന്നാണ് പേര്. യു കാന. യു എന്ന് പറഞ്ഞാൽ യൂത്ത്, കാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വിവാഹ ഒരു കോഴ്സിനെയൊക്കെ കാന എന്നൊക്കെ പറയാറ്. രണ്ടുകൂടെ കൂട്ടിച്ചേർത്തിട്ട് ജീവിതാന്തസ്സിനെ വേവിച്ചെറിയുന്ന വിവാഹത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, സ്വർഗാനുരാഗം പോലത്തെ വിഷയങ്ങളെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച്, അതിന്റെ ധാർമ്മിക വിഷയങ്ങളെക്കുറിച്ച്, എന്താ പറയാ, ഒരുമിച്ച് ജീവിക്കൽ എന്ന് പറയുന്ന പോലത്തെ പ്രശ്നങ്ങളെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വിഷയങ്ങളെക്കുറിച്ചുള്ള ആളുകളുടെ ധാരാളം സംശയങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കൊക്കെ, യൂത്തിന്റെ ഇടയ്ക്കൊക്കെ, സ്കൂളുകളിൽ നിന്നും അവരെ ഇടയ്ക്കുന്ന നിരീശ്വരവാദികളുടെ ഇടയ്ക്ക് നിന്നൊക്കെ കേൾക്കുന്ന ഒത്തിരി തരം സംശയങ്ങൾ, അവരെ കടന്നു പോകുന്ന ഒത്തിരി ആത്മസംഘർഷങ്ങൾ, വിവാഹത്തെക്കുറിച്ചുള്ള ഭയം, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശരിക്കുള്ള ബോധ്യത്തിന്റെ കുറവ്, കുഞ്ഞുങ്ങൾ, തലമുറകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ യുവജനങ്ങളുടെയൊക്കെ പലതരത്തിലുള്ള അജ്ഞതകൾ, ഇവയൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയുന്ന, അവർക്ക് ബോധ്യപ്പെടുന്നത് പോലെ, അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കുന്നത് പോലെ യുക്തിസഹജമായി ഈ വിശ്വാസത്തെയും ഈ വിവാഹം തുടങ്ങിയ കൂദാശകളെ കുറിച്ചും ജീവിതാന്തത്തിന്റെ ഡിസേൺമെന്റിനെ കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. അപ്പൊ അതിനകത്ത് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ എടുക്കും. ഒപ്പം നമ്മുടെ സീറോ മലബാർ സഭയിലെ കത്തോലിക്ക സഭയിലെ മൊത്തത്തിൽ 3 റീത്തുകളിലെയും പ്രഗത്ഭരായ ചില അധ്യാപകർ, പ്രൊഫസേഴ്സ്, സെമിനാരി പ്രൊഫസേഴ്സോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ചില വിഷയങ്ങളെ പ്രത്യേകമായി പഠിപ്പിക്കേണ്ടവര്, അവരും അതിനകത്ത് പങ്കാളികളാകും. അങ്ങനെയൊക്കെ ചേരുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ പ്രവാശബ്ദം ഇങ്ങനത്തെ ഒരു പ്രബോധനത്തിന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പം സഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ പ്രബോധനപരമായി പഠിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. യൂട്യൂബിലാണെങ്കിൽ പോലും അതിന് മുമ്പുള്ളതും പിന്നീട് നോക്കി കഴിഞ്ഞാൽ ഒത്തിരി ആളുകൾ, ബഹുമാനപ്പെട്ട വൈദികരും അൽമായരും ഉൾപ്പെടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ പ്രബോധനം നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസത്യങ്ങൾ സഭാത്മകമായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് വലിയ മാറ്റം ഉണ്ടായി. അതുപോലെ തന്നെ ആരും ഇതുവരെ ഒന്നും ചെയ്യാത്തൊരു മേഖലയാണിത്. ലോകത്ത് ഒരു സ്ഥലത്തും യൂത്തിന് ഇങ്ങനെ ഒരു ലൈഫ് ഗൈഡൻസ് കിട്ടാവുന്ന, ഒരു കാത്തലിക് ലൈഫ് ഗൈഡൻസ് കിട്ടാവുന്ന ഒരു കോഴ്സ് ഓൺലൈനായിട്ടില്ല. രൂപതകളിൽ പോലും വിവാഹത്തിന് തൊട്ട് മുമ്പുള്ള ഒരു കോഴ്സ് നടക്കുന്നല്ലാതെ അന്നേരം പറഞ്ഞിട്ടൊരു കാര്യമില്ല. കതിരെ കൊണ്ട് വളം നിൽക്കുമ്പോൾ അവർക്കൊരു ജീവിതത്തിലേക്ക് ഇങ്ങനെ പോകണം. ഇപ്പൊ പ്രേമം അത് ശരിയാണോ തെറ്റാണോ, ഏത് തരത്തിൽ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പോലും അവർ പലതും പലതായിരിക്കും കേട്ടേക്കുന്നത്. ജീവിതത്തെക്കുറിച്ച്, ചരിത്രശുദ്ധിയെക്കുറിച്ച് ഒക്കെ ഒത്തിരി തരത്തിലുള്ള ധാരണകളായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടാൽ പോരെ, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങളാണ് മനസ്സിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു കോഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ഏതാനും 1-2 മാസങ്ങൾക്ക് അപ്പുറത്ത് ഇത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെടും. അഭിനന്ദ പിതാക്കന്മാരായിരിക്കും അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇവരതിനു വേണ്ടിയൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് പരിചയമുള്ള കുട്ടികളെ കുറച്ച് പേരെ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റില്ല. കാരണം ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള നമ്പറാണ്, ഇത് കോഴ്സാണ്, പഠിക്കാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ ഓരോരുത്തരെയും ഫോളോ ചെയ്യേണ്ടതാണ്, അറ്റൻഡൻസ് ഒക്കെ ഉള്ളതാണ്. നമ്മുടെ പ്രാവശ്യത്തിന്റെ ഈ ക്ലാസ് നടക്കുന്ന പോലെയല്ല. അപ്പൊ അങ്ങനെ ഒരുക്കമുള്ള നിങ്ങളുടെ കുട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും ആൾക്കാർക്ക് അത് കൂടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ ബുക്ക് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ പെട്ടെന്ന് അറിയിക്കും. അപ്പം നമുക്ക് ഇങ്ങനെ ആളുകളോട് പറയേണ്ട കടമയുണ്ടല്ലോ. നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിലകത്തേക്ക് ഇത് പങ്കുവയ്ക്കാം. നമുക്ക് പരിചയമുള്ള ആളുകളോട് നേരത്തെ പറഞ്ഞു തുടങ്ങാം. വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഫ്ലയറും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംലഭ്യമാക്കുകയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. നമുക്ക് ഒത്തിരി വളരെ നീഡിയാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒത്തിരി ആൾക്കാർ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ ഒത്തിരി ആൾക്കാർ നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ എനിക്ക് അടുത്ത വർഷങ്ങളിലൊക്കെ അത് റിപ്പീറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കും. അപ്പൊ അതിനകത്ത് ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ, നേരത്തെ ബുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർ ഇപ്പൊ തന്നെ സോയം ബ്രദർ ഒരു മെസ്സേജ് ഒക്കെ ഇട്ടുകൊണ്ട് അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ആദ്യം ചേരുന്നവർക്ക് സീറ്റുകൾ എന്നുള്ള മട്ടിലായിരിക്കും നമ്മൾ അത് ക്രമീകരിക്കുന്നത്. അത്രേ ഉള്ളൂ, പറഞ്ഞു. ഗുഡ് ഈവനിങ് ഫാദർ. ഗുഡ് ഈവനിങ് ഫാദർ. ഫാദർ, ഈശോ പറഞ്ഞു നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു ചേരുമ്പോൾ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. അപ്പോൾ അനുദിനം ബലി അർപ്പിക്കുന്നതിന്റെ ആവശ്യകതയെ പറ്റി ഇമ്പോർട്ടൻസ് പറയോ? വെരി ഗുഡ്. ഒന്ന്, നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുറച്ചുകൂടി എക്ലേസിയോളജിക്കായിട്ട് മനസ്സിലാക്കണം. ഒരുമിച്ച് ചേരുക, ഒരുമിച്ച് കൂട്ടുക എന്ന പദത്തെക്കുറിച്ച് ഓർത്ത് നോക്കിയേ. അത് എക്ലേസിയ എന്ന യാഥാർത്ഥ്യമാണ്. അതായത് ഒരുമിച്ച് കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ് എക്ലേസിയ എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ എന്നാണ് അതിന്റെ അർത്ഥം. സഭയായി സമ്മേളിക്കുമ്പോൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ എന്നല്ല, നിങ്ങൾ സഭയായിരിക്കുമ്പോൾ ഇത് ചെയ്യുക എന്നാണ്.
നമ്മൾ എപ്പോഴാണ് സഭയായിരിക്കും? ഞായറാഴ്ചകളിൽ മാത്രമാണോ? അല്ല, നമ്മൾ നിരന്തരം സഭയായിരിക്കുകയാണ്. അപ്പോൾ നിരന്തരം സഭയായിരിക്കുന്ന സഭയ്ക്ക് എപ്പോഴും ചെയ്യാനുള്ളത് എന്താണ്? മിശിഹായിലൂടെ നൽകപ്പെട്ട രക്ഷയെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സഭയ്ക്ക് എപ്പോഴും ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ സ്വർഗീയ സമൂഹത്തെ എന്നതുപോലെ ഈ ഭൗമിക സമൂഹം നിത്യമായ ആരാധനാ സമൂഹമായിരിക്കുന്നു. ഇനി അതിന്റെ പ്രകടനമാണ് വിശുദ്ധ കുർബാന. അപ്പൊ അത് നമ്മൾ വല്ലപ്പോഴും വല്ല കാലത്തും വർഷത്തിലൊരിക്കലോ മാത്രം അനുസ്മരിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അനുദിന ജീവിതത്തിൽ നിന്നല്ല, എല്ലാ നിമിഷവും എന്നതുപോലെ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളെ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നവരാണ്. നമ്മൾ നരകത്തിലായിരിക്കേണ്ട, ദൈവത്തിൽ നിന്ന് അകന്നു കിടക്കേണ്ട നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും ഈ ഭൂമിയിൽ തന്നെ സ്വർഗരാജ്യം അനുഭവിക്കുകയും ചെയ്യുന്നവരായിരിക്കുന്നു എന്നതിന്റെ ആനന്ദവും കൂട്ടായ്മയും എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് ബലിയർപ്പണം ഇസ് ആക്ച്വലി എ കണ്ടിന്യൂസ് പ്രോസസ്. എന്ന് പറഞ്ഞാൽ ഒരു കുർബാന കഴിഞ്ഞ് അടുത്ത കുർബാന തുടങ്ങുന്നു എന്ന് പറഞ്ഞതിനേക്കാളും ജീവിതം തന്നെ, ക്രൈസ്തവ ജീവിതം തന്നെ, സഭ തന്നെ ഒരു ബലിയർപ്പണത്തിലാണ്, ഒരു നിരന്തര ബലിയർപ്പണത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും അർപ്പിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇനി വേറെ അർത്ഥം കൂടെയുണ്ട്. എന്തെന്നറിയാമോ? അത് ഇറ്റ് ഈസ് ഓഫ് എ കോൺസ്റ്റന്റ് നറിഷ്മെന്റ് എന്നതാണ്. ഇപ്പൊ നമ്മള് സ്വർഗത്തിലായിരുന്നു വിചാരിച്ചു, നമ്മൾ എറ്റേണിറ്റിയിലാണ്, നമ്മളിലൊരു മാറ്റവും വരുന്നില്ല, സ്ഥിരമാണ്. അപ്പൊ അത് ഒരിക്കൽ മതി. എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ വിശക്കുന്നു, നമ്മൾ ഒരു ദിവസം പോയിട്ടൊരു മുട്ടൻ ഡിന്നർ കഴിച്ചു, അയ്യോ വയറിപ്പോ പൊട്ടി മരിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയാൻ തോന്നണ പോലത്തെ ഒരു ഡിന്നർ കഴിച്ചെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരം നമുക്ക് തോന്നും, ഇനി എനിക്കൊരു ആഴ്ചത്തേക്ക് ഒരു സാധനം വേണ്ടാട്ടോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും, അല്ലെ? എന്നിട്ട് എന്ത് പറ്റും? കുറെ നേരം കഴിഞ്ഞ് ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴോ, അമ്മേ വല്ലതും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് കൊച്ചു വരും, അല്ലെ? നമ്മൾ എന്തായാലും ഭക്ഷണം കഴിച്ചാലും അത് മങ്ങും, നമുക്ക് വീണ്ടും വിശക്കും. അപ്പൊ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കും, വീണ്ടും വിശക്കും, വീണ്ടും ഭക്ഷണം കഴിക്കും. ഇങ്ങനെയാണ് നറിഷ് ചെയ്യപ്പെടുന്നു, വീക്കാവുന്നു, നറിഷ് ചെയ്യപ്പെടുന്നു, വീക്കാവും. ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഇനി നമ്മൾ നോർത്ത് നോക്കിയേ, ഒരു ധ്യാനം കൂടുന്നു, ധ്യാനം കൂട്ടി തിരിച്ചു വന്നാൽ എന്ത് പറ്റും? ജീവിതകാലം മുഴുവൻ അങ്ങനെ നിൽക്കൂ, നമ്മൾ മങ്ങും. അപ്പൊ നമ്മൾ അടുത്തതിന് പോകും. അപ്പൊ ആത്മാവിന്റെ കാര്യത്തിലും ആത്മീയ ജ്വലനത്തിന്റെ കാര്യത്തിലും നമ്മുടെ മനസ്സിന്റെ ഉറപ്പിന്റെ കാര്യത്തിലും ശരീരത്തിന്റെ ജീവന്റെ കാര്യത്തിലും ഒക്കെ മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുന്നത് ഇങ്ങനെ നറിഷ് ചെയ്യപ്പെട്ടാലും ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് മങ്ങിപ്പോകാവുന്ന പരുവത്തിലാണ്. എന്ന് വെച്ചാൽ മിശിഹായുടെ ഓർമ്മ ഒരിക്കൽ ഓർത്താൽ വീണ്ടും അതിൽ നിന്ന് മങ്ങിപ്പോകാവുന്ന മനുഷ്യർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ആ ഓർമ്മയിൽ നിരന്തരം നിലനിൽക്കാൻ നമ്മൾ നിരന്തരം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കും. അത് മാനുഷിക വശമാണ്, ഇതിന്റെ മാനുഷിക വശമാണ്. ഇല്ലാരും നമ്മൾ വെറുതെ സ്വർഗത്തിലാണ്, നമ്മൾ സ്വർഗത്തിലാണെന്ന് വിചാരിച്ചോ, അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഈ ശരീരത്തിലല്ല എന്ന് വിചാരിച്ചോ, ഇതിന്റെ ആവശ്യമില്ല. ശരീരത്തിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിന്റെ സ്വഭാവത്തിൽ നമ്മൾ കർത്താവിനെ അനുസ്മരിക്കുന്നു, അത് നിരന്തരം അനുസ്മരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബലിയർപ്പിക്കുന്നു. നന്ദി പറയുന്ന അച്ഛനോട് ആദ്യം തന്നെ, ഇത്രയും വലിയൊരു കോഴ്സിന് വേണ്ടി അച്ഛൻ ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ദൈവം. പിന്നെ എന്റെ ചോദ്യം ഇതാണ്, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ലീഡർ വേറൊരു ബന്ധുക്കോസ്താവിന്റെ അടുത്ത് പോയി. അപ്പൊ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങളായി. അപ്പൊ അവര് തമ്മിൽ എന്നെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ചപ്പോ അവരോട് പെട്ടെന്നൊന്നും എനിക്ക് ഉത്തരം പറയാൻ കിട്ടിയില്ല, അതാണ് കാര്യം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞേ, അതെ, ഒരു വൈദികം ബലി അർപ്പിക്കുമ്പോ ശുദ്ധീകരണാത്മാക്കൾക്ക് മാലാകന്മാര് വെള്ളം കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് ബൈബിളിലൂടെ തെളിയിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാന്ന് പറഞ്ഞു. സത്യത്തില് ഇതിനെക്കുറിച്ച് എനിക്ക് പിന്നെ കുറെ കാലങ്ങളായി ചിന്തിക്കുന്നു. പക്ഷെ ഇന്നൊരു അവസരം കിട്ടിയ അച്ഛനോടൊന്ന് ചോദിക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വളരെ ഉപകാരമായി. ഇത്രയുള്ള ഒരു വൈദികം ബലിയർപ്പിക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വെള്ളം കൊടുക്കുന്നു എന്ന് പറയുന്നത് നമുക്കുണ്ടായ ഒരു സാധാരണ തോന്നലാണ്. അതായത് ഒന്നാമത് അവർക്ക് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ല, അവരാരും തിന്നും കുടിച്ചും ജീവിക്കുന്നവരും അല്ല, സ്വർഗീയ അവസ്ഥയിലുള്ളവരാണ് അവര്. ശുദ്ധീകരണാത്മാക്കൾ, ആത്മാക്കൾ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അവര് ശരീരമുള്ളവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശരീരത്തിന്റെ ദാഹത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഇനി പകരം അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി പറഞ്ഞതിനകത്ത് പോലും തെറ്റില്ല, കാരണം അതൊരു ആത്മീയ ദാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആളുകൾ അവരെന്തിനു വേണ്ടിയാണ് ദാഹിക്കുന്നത്? ദൈവത്തിന്റെ പൂർണ്ണതയിൽ പങ്കുചേരാനും സ്വർഗത്തിന്റെ അവകാശികളാകാനും, അവകാശികളോടെ സ്വർഗത്തിൽ എത്തിച്ചേരാനും സ്വർഗീയ മഹത്വത്തിൽ പങ്കാളികളാകാനും വേണ്ടിയാണ് അവർ ദാഹിക്കുന്നത്. അവർ ദൈവത്തിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ ദാഹിക്കുന്നവരാണ്. ആ ദാഹമാണ് വിശുദ്ധ കുർബാനയിൽ നൽകപ്പെടുന്നത്, പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെയാണ് അവതരിപ്പിക്കാവുന്നത്. ഇനി അടുത്ത കാര്യം എന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് തെളിയിക്കാവോ എന്നുള്ള ചോദ്യത്തിനെതിരെയാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. വിശുദ്ധ ഗ്രന്ഥം കൊണ്ടല്ല സംസാരിക്കേണ്ടത്,
കാരണം എന്താണ്? വിശുദ്ധഗ്രന്ഥം ഉപയോഗിക്കുക, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ. നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിലൂടെ ഒന്ന് കടന്നു പോകണം. നമ്മൾ മനസ്സിലാക്കും വിശുദ്ധ ഗ്രന്ഥം തന്നെ എന്താണ്? സഭാജീവിതത്തിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അപ്പൊ ഒരു സത്യത്തെ കർത്താവ് നൽകിയിരിക്കുന്നത് സഭയിലാണ്. സഭയിൽ അത് ബൈബിൾ രേഖപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ സഭയിലുണ്ടോ എന്ന് ആദ്യം ചോദിക്കണ്ടേ. ബൈബിൾ കൊണ്ട് തെളിയിക്കാവോ എന്ന് ചോദിക്കുന്നത് സോളാ സ്ക്രിപ്റ്ററെ വിശ്വസിക്കുന്നവരാണ്. ബൈബിൾ അല്ലാതെ വേറൊന്നുമില്ല എന്ന് വരുന്നവരാണ്. ബൈബിളിനെയും കൂടെ ബൈബിളാക്കുന്ന സഭ ഇവിടെയുണ്ട്. സഭയിലുണ്ടോ? സഭയുടെ പ്രബോധനം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ടത്. സഭയുടെ പ്രബോധനത്തിന്റെ ഭാഗമാണ് ബൈബിൾ. അങ്ങനെ കൂടെ മനസ്സിലാക്കണം, സഭയുടെ പ്രബോധനത്തിന്റെ ഭാഗം. അപ്പൊ അതുകൊണ്ട് അവരുടെ ചോദ്യത്തിനകത്ത് വശമുണ്ടെന്നാണ് നമ്മൾ ആദ്യം അവരോട് പറയേണ്ടത്. അപ്പൊ ബൈബിളിലുണ്ട് തെളിയിക്കുന്നു പറയുന്നവരോട് ബൈബിളിലുണ്ടെന്ന് തെളിയിക്കാൻ നമ്മൾ തിരിച്ചു പറയുന്നത് മണ്ടത്തരമാണ്. പകരം എന്താണ്? ഈ ബൈബിൾ എവിടെയുണ്ടെന്ന് ആദ്യം ചോദിക്കണം. നിങ്ങൾക്ക് ബൈബിൾ വിശ്വാസമാണ്, സമ്മതിച്ചു. ബൈബിൾ എവിടെ നിന്ന് കിട്ടി? അപ്പൊ അത് ഇവിടെ കടയിൽ നിന്ന് മേടിച്ചു, അതവിടെ നിന്ന് കിട്ടെ. ഇത് എവിടെ നിന്ന് കിട്ടി? ബൈബിള് കിട്ടിയത് സഭയുടെ ശ്രേഷ്ഠന്മാർ, സഭയുടെ വിശുദ്ധഗ്രന്ഥകാരന്മാർ എഴുതിയതാണ് ബൈബിൾ. അതിന് അവർക്കത് എവിടെ നിന്ന് കിട്ടി? ഈശോയുടെ സുവിശേഷമൊക്കെ എഴുതപ്പെടുന്നത്, യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് AD 100 കൂടിയാണ്. ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് സഭയ്ക്കറിയാവുന്ന അറിവിൽ നിന്ന്, സ്ലീഹന്മാരുടെ ബോധ്യത്തിൽ നിന്ന്, അവർ കണ്ടതും കേട്ടതിൽ നിന്ന്, അവർ പഠിപ്പിച്ചതിൽ നിന്ന് അവർ ജീവിച്ചു തുടങ്ങി, പിന്നീട് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബൈബിളിനെ രേഖപ്പെടുത്തുമ്പോൾ എന്തൊക്കെയാ രേഖപ്പെടുത്തുന്നത്? ചിലപ്പം സഭയിൽ നിരന്തരം ഉള്ളത് ബൈബിൾ എഴുതിയിട്ടുണ്ടാവില്ല, കാരണം അത് അവിടെ ഉണ്ടല്ലോ എന്നുള്ള കാരണത്താൽ. നമ്മൾ നേരത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പം വിശ്വാസ സമൂഹത്തെ, അന്നേരത്തെ വിശ്വാസ സമൂഹത്തെ പഠിപ്പിക്കേണ്ട ഒരു പ്രത്യേക വിഷയം എഴുതിയിട്ടുണ്ടാവും. അപ്പോ സഭാജീവിതത്തിന് വേണ്ടിയാണ് ബൈബിൾ പോലും എഴുതിയത്, അല്ലാണ്ട് ബൈബിൾ ഉപയോഗിച്ച് എല്ലാ സത്യങ്ങളെയും വിശദീകരിക്കാൻ വേണ്ടിയല്ല, സഭാജീവിതത്തിന് വേണ്ടിയാണ്. അപ്പൊ സഭാജീവിതത്തിൽ ഉണ്ടായ ബൈബിൾ എടുത്തുകൊണ്ട് പോവുകയും സഭാജീവിതത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നവർക്ക് എങ്ങനെ ബൈബിൾ മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ട് ബൈബിൾ ഉപയോഗിച്ച് ബൈബിളിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങൾ അടിസ്ഥാനപരമായി തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയും. ഇതാണ് നമ്മളോട് അവരോട് പറയേണ്ട വിഷയം. അല്ലാണ്ട് അവർ ബൈബിൾ കാണിച്ചിരുന്ന ഒരു വാക്കിന് മറുവശം കാണിച്ചു കൊടുക്കുകയല്ല. അങ്ങനെയാണ് നമുക്കും തിരിച്ച് ഇഷ്ടംപോലെ ചോദിക്കാനുണ്ട്, എന്തെല്ലാം ചോദിക്കാനുണ്ട്. ഉദാഹരണത്തിന് യൂദാസ് ആൾക്ക് വലിച്ചെറിഞ്ഞിട്ട് തൂങ്ങിച്ചെത്തു. അപ്പൊ തെറ്റുപറ്റിയാൽ നിങ്ങളും പോയി തൂങ്ങിച്ചാകണ്ടേ? അങ്ങനല്ലേ ബൈബിൾ എഴുതിയേക്കുന്നത്? എന്താ ചെയ്യാത്ത എന്ന പോലത്തെ മണ്ടൻ ചോദ്യങ്ങളെ തിരിച്ചു ചോദിച്ച് രക്ഷപ്പെടുന്നു. അതല്ലല്ലോ അതിന്റെ ഉദ്ദേശം. നമ്മൾ അവരെ ഡോക്ടറിനായിട്ട് സമീപിക്കണം. അതിനുള്ള കേപ്പബിലിറ്റിയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. താങ്ക് യു അച്ഛാ, വളരെ വ്യക്തമാണ്. ഹലോ, വിഷയം സ്വീകരിക്കട്ടെ അച്ഛോ. അച്ഛാ, ഞാനൊരു യാക്കോബായക്കാരനാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കത്തോലിക്ക സഭയിൽ, കത്തോലിക്ക വിശ്വാസത്തിൽ ആകർഷിതനാണ്. എല്ലാ ദിവസവും ബലിക്ക് പോകുന്നത്. അപ്പൊ പലപ്പോഴും എന്നെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അച്ഛൻ കുറച്ചു മുന്നേ പറഞ്ഞൊരു കാര്യം, അതായത് സക്സഷൻ ഓഫ് പീറ്റർ, അതല്ലെങ്കിൽ പത്രോസിന്റെ പേപ്പസി. അപ്പം എന്റെ യാക്കോബായ സഭയെ നോക്കുവാണെങ്കിൽ ഇപ്പം സഭയുടെ മേലധ്യക്ഷൻ, അതായത് ഞങ്ങളുടെ സഭാതലം എന്ന് പറയുന്ന അപ്രയും ദിവ്യം ബാവ. അപ്പോ ഞങ്ങളുടെ സഭയിൽ ഉണ്ട് പത്രോസിന്റെ പിൻഗാമിയായിട്ടാണ് ഈ സഭാധ്യക്ഷൻ അറിയപ്പെടുന്നത്. അപ്പൊ പലപ്പോഴും അതെനിക്കൊരു മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരേ സമയം 2 പേപ്പസി ഉണ്ടാവാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരേ സമയം തന്നെ 2 പത്രോസിന്റെ സിംഹാസനം ഉണ്ടാകാൻ പറ്റുമോ? അപ്പൊ അവിടെ എനിക്കൊരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതിനകത്തൊരു എന്തെങ്കിലും അച്ഛനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം ഒരു സംവിധാനമായി ഇതിങ്ങനെ വളർന്ന് നിൽക്കുന്ന സമയത്ത് അത് പറയുമ്പം അതിനകത്തുള്ള അംഗങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. അത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഇപ്പൊ സംഭവിച്ചതിനും ഇപ്പൊ ആയിരിക്കുന്നതിനൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും കുറ്റക്കാരല്ല. ഇത് ആദിമകാലത്തെ പ്രശ്നം മാത്രമാണ്. എങ്ങനെയാണ് സഭയിൽ വിഭജനങ്ങൾ ഉണ്ടായത് എന്ന ചോദ്യത്തിന് തിരുസഭ നൽകുന്ന മറുപടി മനുഷ്യന്റെ പാപം കൊണ്ട് എന്നാണ്. മനുഷ്യന്റെ പാപം കൊണ്ട്. എങ്ങനെയാണ് മനുഷ്യന്റെ പാപം ഉണ്ടാകുന്നത്? ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും യുദ്ധവും മനുഷ്യന്റെ പാപം കൊണ്ടാണ്. ആ പാപത്തിന് നമുക്കൊക്കെ പങ്കാളിത്തമുണ്ട്. നമ്മളും ഏതാണ്ട് അതുപോലത്തെ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ സ്വാർത്ഥത തുടങ്ങിയ വിഷയങ്ങളാണ് കർത്താവിന്റെ ശരീരത്തെ വിഭജിക്കാൻ ഇടയാക്കിയത്. ഇനി ഇതിനൊരു ചരിത്രപരമായ ഏറ്റവും ആദ്യത്തെ മുതലുള്ള ചരിത്രപരമായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജെറുസലേമിലാണല്ലോ സഭ ആരംഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജെറുസലേമിൽ ആരംഭിക്കുന്ന സഭ അവിടെ എല്ലാ കാലത്തും അവിടുത്തെ പാത്രികീസ് ആരോ അദ്ദേഹമായിരിക്കണം മാർപ്പാപ്പ എന്ന് ചിന്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി. പിന്നീട് മാർപ്പാപ്പ പത്രോസ് തന്നെ, ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ് തന്നെ പിന്നീട് റോമിലേക്ക് വരികയും അവിടും തന്റെ ആസ്ഥാനമാക്കി മാറ്റുകയും ചെയ്ത് പത്രോസിനെ പിന്തുടരുന്ന അടുത്തയാളുണ്ടാവുകയും അങ്ങനെ ചെയ്ത് പോയപ്പോൾ ജെറുസലേമിൽ പിന്നീട് വന്ന ചില പാത്രികീസുമാർ ഈ സ്ഥലമായിരുന്നു സഭയുടെ കേന്ദ്രം, അതുകൊണ്ട് ഇവിടുത്തെ പാത്രിയർക്കീസ് ആരോ അദ്ദേഹമായിരിക്കും ഇനി എപ്പോഴും മാർപ്പാപ്പ എന്ന് ക്ലെയിം ചെയ്തു, സ്വന്തം നിലയ്ക്ക് ക്ലെയിം ചെയ്തു. പക്ഷേ ചരിത്രത്തിനകത്ത് അങ്ങനെ ആയിരുന്നില്ല. പത്രോസിന്റെ
സഭ, പത്രോസ് മാർപ്പാപ്പയായിരിക്കുന്ന സഭ. അവിടെ പത്രോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത അപ്പസ്തോലനാണ് മാർപ്പാപ്പയായി മാറിയത്. അതൊരു ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂറ്റി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കെ ആ കണ്ടിന്യൂറ്റിക്ക് പുറത്തുള്ള ഒരു കാര്യത്തെ ക്ലെയിം ചെയ്യുമ്പം അതിന് ചരിത്രപരമായ പ്രതിസന്ധികളും ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അത് പറയുമ്പോഴും നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. അന്നത്തെ സാഹചര്യങ്ങളും കാലഘട്ടത്തിന്റെ പ്രത്യേകതകളും പിന്നെ അതിന്റെ ഒരു പാരമ്പര്യമായി തുടർന്ന് വന്നു നോക്കിയാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്, ഈശോയുടെ ഏകതൊഴുത്തിന്റെ അംഗങ്ങളായി നമ്മൾ മാറണം. പത്രോസും തന്റെ സ്ലീഹന്മാരുമുള്ള ഈശോയിൽ നിന്ന് തുടരുന്ന അപ്പസ്തോലിക് സക്സഷൻ ഇടമുറിയാതെ നിലനിൽക്കുന്ന ആ കത്തോലിക്ക സഭയുടെ കമ്മ്യൂണിയനിലേക്കാണ് എല്ലാ സമൂഹങ്ങളും വരേണ്ടത്. അത് വരുന്നത് എന്നുള്ള തടസ്സം എന്താ? ശരിക്കും പറഞ്ഞാൽ അധികാരമാണ് ശരിക്കും പറഞ്ഞാലുള്ള തടസ്സം. ആ അധികാരം വിട്ടൊഴിയാൻ കഴിയാതെ പോകുന്നതാണ്. പാരമ്പര്യങ്ങൾ പോലും നമുക്ക് എളുപ്പമാണ്. എങ്ങനെയാണത്? ഉദാഹരണത്തിന് മലങ്കര റീത്ത് കത്തോലിക്ക സഭയോട് തിരിച്ചറിഞ്ഞ് പുനരയിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ ഭരണ സംവിധാനത്തെ നിലനിർത്തി റീത്തായിട്ട് ഒരു വ്യക്തിസഭയായിട്ട് ചേരുകയും ചെയ്തു. പക്ഷെ പരമാധികാരം ഉണ്ടാവില്ല. പരമാധികാരം നിലനിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഒരു പ്രതിസന്ധി തന്നെയാണ്. നമുക്കതിന്റെ പരിഹാരം പെട്ടെന്നല്ല. കർത്താവിന്റെ സ്നേഹത്തിൽ തിരിച്ചറിഞ്ഞ് കൂട്ടായ്മയെ ബോധ്യപ്പെട്ട് അന്യോന്യം വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മാതൃഭവനത്തിലേക്ക്, മിശിഹായുടെ ഗാത്രത്തിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൗത്യമാണ്. നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ ദൗത്യമാണ് എന്നൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാവുന്നത്. ഞാൻ അതിന്റെ കാര്യവും കാരണവുമാണ് പറഞ്ഞത്. പരിഹാരം നമ്മളെല്ലാം കൂടി പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് സ്വീകരിച്ച് സ്വന്തമാക്കേണ്ടതാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, എളിമയോടുകൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. അവിടുന്നാണല്ലോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ സഭയിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന വരങ്ങളും ദാനങ്ങളും അതുവഴി തലമുറകളെ യുഗാന്ത്യം വരെ സത്യവിശ്വാസം പഠിപ്പിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണമേ. നല്ല ഈശോയെ, അങ്ങാണല്ലോ പത്രോസിനെ തെരഞ്ഞെടുക്കുകയും വലിയ മുഖവനായി നിയമിക്കുകയും ചെയ്തത്. പത്രോസിനെയാണല്ലോ അവിടുന്ന് അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ തുടർച്ച സ്വീകരിക്കുന്ന സ്ലീഹന്മാരുടെ തലവനായി നിയോഗിച്ചത്. ആ സഭയിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, ആ പരിശുദ്ധ സഭയിൽ നിന്ന് പഠിക്കാനും ആ സഭയോട് ചേർന്ന് നിൽക്കാനും ആ സഭ യുഗാന്ത്യത്തിൽ എത്തുമ്പോഴേക്കും എല്ലാ സമൂഹങ്ങളെയും കർത്താവിന്റെ ഏകതൊഴുത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയിലേക്ക് എത്താനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അന്തർലീനമായിരിക്കുന്ന ദൈവിക രഹസ്യങ്ങളും സഭാത്മക ബോധ്യങ്ങളും ഞങ്ങളുടെ ആഴമായി വേരുപാകുവാൻ ഇടവരുത്തണമേ. നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ആശീർവദിക്കുകയും നമ്മുടെ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.